ജീവിതത്തിൽ ഇന്നേ വരെ ഒരാൾക്കും തടയാൻ കഴിയാത്ത ഒരു മഹാപ്രതിഭാസത്തെയാണ് മരണം എന്ന മൂന്നക്ഷരത്തിലൂടെ നാം പറയാറുള്ളത്, നിർവചിക്കാറില്ല. മരണം എന്താണ് എന്ന് നിർവചിക്കാൻ നമുക്കാർക്ക് സാധ്യമല്ല. എന്നാൽ പോലും എന്താണ് മരണം എന്ന് ചോദിച്ചാൽ, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം തന്നെ അനുചരന്മാരുമായി വനാന്തരത്തിലൂടെ യാത്ര ചെയ്യവേ കുറെ കൊച്ചുകുട്ടികൾ അവിടെ മരച്ചില്ലകളിലൂടെ പാറി നടക്കുന്ന ഒരു കുരുവിയെ പിടിക്കാൻ വലയുമായി പുറകെ നടക്കുകയാണ്. ആ കുരുവിയാണെങ്കിലോ കൊച്ചുകുട്ടികളുടെ വലയിൽ കുരുങ്ങാറെ മരച്ചില്ലയിൽ നിന്നെടുത്ത മരച്ചില്ലയിലേക്ക് മാറി മാറി പറന്ന് നടക്കുന്നു, കുട്ടികളുടെ വലയിൽപ്പെടാതെ കുട്ടികളെ കബളിപ്പിച്ചു. ആ സമയത്താണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കുരുവിയുടെ മുമ്പിലൂടെ നടന്നു പോകുന്നത്. ആ സമയത്ത് ഈസാ നബിയെ കണ്ട കുരുവി തെല്ലഹങ്കാരത്തോടെ ഈസാ നബിയോട് പറഞ്ഞു, അത്ര ഈസാ നബിയെ, നിങ്ങൾ ഈ തമാശ കാണുന്നില്ലേ? ഈ കൊച്ചുകുട്ടികൾ അവരുടെ കയ്യിലെടുക്കുന്ന ഒരു കൊച്ചു വലയുമായി എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാനാണെങ്കിലോ അവരുടെ വലയിൽപ്പെടാതെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ പാറിപ്പറന്നു പോവുകയാണ്. ഈസാ നബിയെ താങ്കൾക്കറിഞ്ഞുകൂടെ? തെല്ല് ധൈര്യത്തോടെ, തെല്ല് വീര്യത്തോടെ, തെല്ല് അഹങ്കാരത്തോടെ കുരുവി ചോദിച്ചു, ഈസാ നബിയെ, നിങ്ങൾക്കറിയുമല്ലോ ലോകത്തിലെ ഏറ്റവും പവറുള്ള ലെൻസ് അള്ളാഹു തന്നിരിക്കുന്നത് എന്റെ കണ്ണിനാണ്. ആകാശ സീമകളിലൂടെ പാറിപ്പറന്നു പോകുമ്പോ കിലോമീറ്ററുകൾ താഴെ കിടക്കുന്ന ഒരു ചെറിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കരിയിലകളുടെ ഇടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പുഴുവിനെ കണ്ടെത്തി ആ പുഴുവിനെ പോലെ കിലോമീറ്റർ അകലെ നിന്ന് കാണാൻ കഴിയുന്ന ഏറെ പവറുള്ള ഒരു ലെൻസാണ് അള്ളാഹു എന്റെ കണ്ണിന് തന്നിരിക്കുന്നത്. അത്രയും പവറുള്ള ലെൻസുള്ള കണ്ണുള്ള എന്നെയാണ് ഈ കൊച്ചുകുട്ടികൾ അവരുടെ കൊച്ചു വലയിൽ എന്നെ പിടികൂടാൻ ശ്രമിക്കുന്നത്. കഴിയില്ല ഈസാ നബിയെ, അത്രമേൽ പവറുള്ള ദൂരക്കാഴ്ചയുള്ള ഈ കണ്ണുമായി ഇവരുടെ വലയിൽ ഞാൻ കുടുങ്ങില്ല എന്ന് തെല്ല അഹങ്കാരത്തോടെ, തെല്ല് വീര്യത്തോടെ കുരുവി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയും, കുരുവിയുടെ വീരവാദം കേട്ട ഈസാ നബി വെറുതെ മന്ദസ്മിതം പോകി അതിന് വരാനിരിക്കുന്നതിന്റെ ആ വിപത്തിനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് ഈസാ നബി നടന്നുപോയി. വൈകുന്നേരം അതേ സമാന വഴിയിലൂടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോ ഈ പാവം കുരുവി കുട്ടികളുടെ വലയിൽ കിടന്ന് പിടയുകയാണ്. ജീവന് വേണ്ടി കുഞ്ഞുങ്ങളുടെ കൊച്ചുകുട്ടികളുടെ വലയിൽ പിടയുന്ന ഈ കുരുവിയോട് ഈസാ നബി ചോദിച്ചു, കുരുവി, രാവിലെ നീയല്ലേ എന്നോട് വീരവാദം മുടക്കിയത്? അഹങ്കാരത്തോടെ നെഞ്ചു വിരിച്ചു പറഞ്ഞത് നിന്റെ കണ്ണിന്റെ ലെൻസിന്റെ പവർ വല്ലാത്ത പവറാണെന്ന്. ആകാശത്ത് നിന്ന് താഴെ കിടക്കുന്ന വൃക്ഷച്ചുവട്ടിന്റെ കരിയിലകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പുഴുക്കളെ പോലും കണ്ടെത്തിയിട്ട് ചുണ്ടുകൊണ്ട് കുത്തി പറന്നു പോകുന്ന ലെൻസാണ് എന്റെ കണ്ണിന്റെ ലെൻസ് എന്ന് ഇത്രമേൽ വീരവാദം പറഞ്ഞ, ഇത്ര വലിയ ദൂരത്ത് നിന്ന് കാഴ്ചകൾ കാണാൻ കഴിയുന്ന കണ്ണുണ്ടായിട്ടും എങ്ങനെയാണ് കുരുവി നീ കുട്ടികളുടെ വലയിൽ പെട്ടത് എന്ന് ചോദിച്ചപ്പോ ആ കുരുവി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വലയിൽ കിടന്ന് പ്രാണരക്ഷാർത്ഥം പെടയവേ പറഞ്ഞ ഒരു മറുപടി, മരണം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായി എന്നെ കേൾക്കാൻ വന്നവരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ വലയിൽ കിടന്നിട്ട് കുരുവി പറഞ്ഞു, അത്ര ഈസാ നബിയെ, ഇതെല്ലാം സത്യമാണ്, എന്റെ കണ്ണിന്റെ ലെൻസിന്റെ പവറൊക്കെ വലിയ സത്യമാണ്. പക്ഷേ ഇദാ നസലൽ ഖലാഉ ഫഅമിയൽ ബസറു, ഇദാ നസലൽ ഖലാഉ ഫഅമിയൽ ബസറു, ഏകനായ സിട്ടാവായ എന്റെ സിട്ടാവായ അല്ലാഹുവിന്റെ ഖലാഉ വന്നപ്പോ എന്റെ ജീവിതത്തിന്റെ ആയുസ്സിന് പരിസമാപ്തി കുറിച്ച് പടച്ചവന്റെ തീരുമാനം വന്നപ്പോ ഫഅമിയൽ ബസറു, അറിയാതെ എന്റെ കൺപോളകൾ അടഞ്ഞുപോയി, എന്റെ കണ്ണിന്റെ കാഴ്ചകൾ എന്റെ വിട്ടിയിൽ നിന്ന് മറന്നുപോയി. ഇദാ നസലൽ ഖലാഉ ഫഅമിയൽ ബസറു, ഏത് സമയത്താണോ പടച്ചവന്റെ
തീരുമാനം വരിക. ആ തീരുമാനം വന്നാൽ പിന്നെ അറിയാതെ കണ്ണടഞ്ഞു പോകും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾ ആ കണ്ണുകൾ തുറന്നു പിടിച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ എന്റെ കണ്ണുകൾ തുറന്നു പിടിച്ചത് കൊണ്ടാണ് നിങ്ങളെ കാണുന്നത്. എന്നേക്കുമായി ഈ കണ്ണുകൾ അടഞ്ഞു പോകുന്ന, അതല്ലെങ്കിൽ ആ കണ്ണുകളെ ആരെങ്കിലും വന്ന് അടച്ചു പോകുന്ന, തിരുമ്മി തിരുമ്മി അടക്കുന്ന എല്ലാ ദിക്കുകളും ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്ന, നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ഇരുട്ട് പരന്നു പോകുന്ന, എന്നേക്കുമായി തുറന്നു വെച്ചിരിക്കുന്ന ഈ കണ്ണുകളെ അവസാനമായി അടയ്ക്കപ്പെടുന്നതിനാണ് മരണമെന്ന് പറയാ. ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. فينبئكم بما كنتم تعملون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മരണത്തെ കുറിച്ച് പരാമർശം നടത്തുമ്പോ വിശുദ്ധമായ ഖുർആനിലെ ധാരാളം പരാമർശം അങ്ങ് പറഞ്ഞു കൊടുക്കുക. മനുഷ്യരായി പിറന്നവരോട്, ജീവനോടെ കടന്നു വന്നവരോട്, അവരധികാരികളാകട്ടെ, രാജാക്കന്മാരാകട്ടെ, പ്രജകളാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, എല്ലാവരോടും നബിയെ കുൽ, അവരോട് പറഞ്ഞു കൊടുക്കുക. എന്താ പറയേണ്ടത്? ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു. ഒരു സമയത്തും പിടികൂടണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കുന്ന മരണമുണ്ടല്ലോ, ഈ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാരാ? മരിക്കാതിരിക്കാനുള്ള പോംവഴികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, ആയുസ്സിനെ നീട്ടാൻ കഴിയുന്ന, അധിക ബലങ്ങളുള്ള മരുന്നുകൾ കഴിക്കുന്ന, ആയുസ് നീട്ടിക്കൊടുക്കാൻ പ്രഭാതകാലങ്ങളിലെ വ്യായാമമുറകൾ ചെയ്യുന്ന, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെങ്കിൽ രാവിലെ കിലോമീറ്ററുകളോളം കാലുകൾ വലിച്ചു വെക്കുന്ന, ജിംനേഷ്യത്തിൽ പോയിട്ട് തങ്ങളുടെ ശരീരത്തെ അതിനുവേണ്ടി പരുവപ്പെടുത്തുന്ന സഹോദര, എല്ലാത്തിന്റെയും പുറകിലെ പരമപ്രധാനമായ ലക്ഷ്യമേടാ? ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണമായ കൂണടക്കമുള്ള ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ പുറകിലുള്ള ലക്ഷ്യമേടാ? ആ മരണത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഒഴിഞ്ഞു പോകാൻ, ആയുസ് ഒരിക്കൽ കൂടി നീട്ടിക്കിട്ടാൻ, പെട്ടെന്ന് രോഗിയായി വീഴാതിരിക്കാൻ, രാവിലെ ഓടുന്നതും ചാടുന്നതും വ്യായാമം നടത്തുന്നതും ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നതും ഡയറ്റ് ചെയ്യുന്നതും, അത് കീറ്റോ ഡയറ്റ് ആവട്ടെ, നമ്മൾ പരസ്യത്തിൽ കാണുന്നതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഈ മരണത്തിൽ നിന്ന് ഒരു മണിക്കൂർ കൂടി അകന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കാൻ വേണ്ടിയല്ലേ? അല്ലാഹു പറയുകയാണ്, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, തങ്ങളുടെ ജീവിതത്തിന്റെ പതിവ് വ്യായാമമുറകളിൽ മരണത്തെ അകറ്റി നിർത്താമെന്ന് വ്യാമോഹിക്കുന്നവരോട് അങ്ങ് പറയും, നബിയേ, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു. ഒരിക്കലും എന്നെ പിടികൂടരുതെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വരണ്ടോടുന്ന മരണമുണ്ടല്ലോ, ആ മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എവിടെ പോയി നിങ്ങൾ ഒളിച്ചു നിന്നാലും, ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾ കോട്ടകൾ കെട്ടിയാലും, ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. ഏതു വലിയ ഉത്തുംഗമായ കോട്ടകൊത്തളങ്ങളിൽ നിങ്ങൾ പോയി ഒളിച്ചിരുന്നാലും, പസഫിക് മഹാസമുദ്രത്തിന്റെ ഏറ്റവും വലിയ അഗാധതലങ്ങളിലെ ആഴക്കടലിലെ അഗാധതകളിൽ പോയി മുങ്ങിക്കപ്പലിൽ ഒളിച്ചു നിന്നാലും, അവിടെയെല്ലാം കടന്നു വരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് മരണദൂതന്. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അവരാരാണെങ്കിലും ശരി, എത്ര വമ്പന്മാരാണെങ്കിലും ശരി, കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലുടനീളം മരണത്തെ കുറിച്ച് അല്ലാഹു അടിക്കടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാ. ഏതു മനുഷ്യനാണോ, അവന്റെ ശരീരമാണോ, ആ ശരീരം വെളുത്തതാകട്ടെ, കരുത്തതാകട്ടെ, സമ്മിശ്രമാവട്ടെ, ഏതുമാവട്ടെ, ആ മനുഷ്യ ശരീരം എന്ന് മാത്രമല്ല, എല്ലാ നഫ്സുകളും സചേതനമായ എല്ലാ ശരീരങ്ങളും ദാഇഖത്തുൽ മൗത്ത്
മൗതി, മരണത്തിന്റെ രുചിയറിയാതെ ഒരു ശരീരം ഈ ലോകത്ത് നിന്ന് കടന്നു പോയിട്ടില്ല. മരണത്തിന് രുചിയുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഏത് സാധനത്തിലും രണ്ടാലൊരു രുചിയാണുള്ളത്. ഒന്നിലും മധുരമാണ്, അതല്ലെങ്കിൽ കയ്പാണ്. അല്ലാഹു പറയുകയാണ് മരണത്തിന് രുചിഭേദങ്ങളുണ്ട്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ. വളരെ ലാഘവത്വത്തോടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകളെ തന്നെയാണ് സത്യം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മരണത്തെ രുചിക്കാതെ നമ്മുടെ രുചിമുകളങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോവില്ല. അതെത്ര വലിയ ലോകത്ത് മുഴുവനെ മടക്കി ഭരിക്കുന്നവനാകട്ടെ, ലോകത്തിന്റെ ഏകാധിപതികളാകട്ടെ, രാജാക്കന്മാരാകട്ടെ, അവരെല്ലാവരും ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ ഒരു ദിവസം കടന്നുപോയവരാണ്. എനിക്ക് ഈ ഭൂമിയിൽ കാല് ചവിട്ടാനൊരു സ്ഥലം തരൂ, എന്നാൽ ഭൂമിയെ തന്നെ ഞാൻ പൊക്കിത്തരാമെന്ന് പറഞ്ഞ ആർക്കിമിഡീസ് അടക്കമുള്ള ഈ ഭൂമിയിൽ കാലുകുത്താനൊരു സ്ഥലം തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ പൊക്കിത്തരാമെന്ന് പറഞ്ഞ ആർക്കിമിഡീസ് അടക്കമുള്ള അഹങ്കാരികൾ ഈ ഭൂമി ലോകത്ത് സ്വർഗലോകം വെടുത്ത ശബ്ദാതടക്കമുള്ള ഈ ലോകത്തിന്റെ അഹങ്കാരികൾ സഹോദരായി നൈലൊടുകുന്നത് എന്റെ അധികാരത്തിലാണെന്ന് പറഞ്ഞ അനല്ലദീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി. ഈ മിസ്റിന്റെ അധികാരത്തിന്റെ കീഴിലാ ആകാശത്ത് മഴ പെയ്യുന്നത് പോലും എന്നോട് അനുവാദം ചോദിച്ചിട്ടാണെന്ന് പറഞ്ഞ ഫിർഔൻ എവിടെ, നമ്രൂദ് എവിടെ, അയിന ഫിർഔൻ എവിടെ, അയിന ശദ്ദാദ് എവിടെ, അയിന ഖാറൂൻ എവിടെ, ലോകത്തിലെ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഘോഷയാത്ര ഖാറൂൻ എവിടെ. എല്ലാവരെയും മരണം ഇങ്ങനെ പിടികൂടി കടന്നുപോയെങ്കിൽ സഹോദരാ അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് പറഞ്ഞത്. കന്തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എത്രയെത്ര തോട്ടങ്ങളും ഉദ്യാനങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചിട്ട് പോയത്. മുൻകടിഞ്ഞു പോയ മഹാപ്രതിഭകളുടെ മരണമെന്ന പതനത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ചോദ്യമാണ്, സഹോദരാ, നിങ്ങൾ ആരും കണ്ണു തുറന്ന് കാണുന്നില്ലയോ? എത്രയെത്ര തോട്ടങ്ങളും എത്രയെത്ര ആരാമങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. അവരുടെ എത്രയെത്ര കോട്ടകളും വലിയ സൗധങ്ങളുമാണ് അനാഥമായത്. വനഅമത്തിൻ കാനൂ വഫീഹാ ഫാകിഹീൻ. അവരനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളോടും വിട പറഞ്ഞ് ആറടി മണ്ണിലേക്ക് അവർ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആർക്കിമിഡീസ് പോയി, സീസർ പോയി, ഗദേ പോയി, കോപ്പർനിക്കസ് പോയി, സോക്രട്ടീസ് പോയി, അരിസ്റ്റോട്ടിൽ പോയി, ഫിർഔൻ പോയി, ഹാമാൻ പോയി, ഖാറൂൻ പോയി എന്ന് വേണ്ട, നമ്മൾ ഈ ലോകത്ത് കണ്ട എല്ലാ മനുഷ്യരും നമ്മുടെ കൺമുമ്പിൽ കണ്ടവർ, നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ്, നമ്മുടെ കൂടപ്പുറപ്പ്, നമ്മുടെ മക്കൾ എത്രയെത്ര പേരാണ് മരണം ഇങ്ങനെ കൊത്തിപ്പറിച്ചു പോയത്. മരണം എത്ര പേരെയാണ് കുത്തിയടത്തി കൊണ്ടുപോയത്. കഴിഞ്ഞ ആഴ്ച കണ്ട ഏറ്റവും മനസ്സിനെ തട്ടിച്ച ഒരു വാർത്ത ഏതെന്നറിയോ? തന്റെ വീട്ടിലിരിക്കുന്ന വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഗൾഫിൽ നിന്ന് ആരോടും പറയാതെ ഫ്ലൈറ്റ് കയറിയ ഒരു പാവപ്പെട്ട പ്രവാസി കോഴിക്കോട് എയർപോർട്ട് ഇറങ്ങി ആരോടും പറയാതെ സർപ്രൈസ് കൊടുക്കാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകവേ പോകുന്നവരിൽ ഹൃദയസ്തംഭനം വന്ന പ്രവാസിയായ ചെറുപ്പക്കാരൻ മരിച്ചുപോയത്രേ. വീട്ടുകാർക്ക് വലിയ സർപ്രൈസ് ഒരുക്കാൻ വന്ന പാവപ്പെട്ടവന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞ മൃതദേഹമാണ് വീടിന്റെ മുമ്പിലെത്തിയത്. അതിനേക്കാൾ വലിയ അത്ഭുതമായി, അതിനേക്കാൾ
വലിയ സർപ്രൈസായി എല്ലാം ജീവിതത്തിന്റെ ഈ ക്ഷണികമായ ഒരു മിന്നലാട്ടം പോലെ അവസാനിക്കുമ്പോ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കൊത്തിപ്പറിച്ചിട്ട് മരണം നമ്മുടെ അടുക്കലേക്ക് മാടി വരുമ്പോ സഹോദര, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറയുകയാണ്. ആരോടാണ് പറയുന്നത്? ഹബീബായ നബി തങ്ങളോട് പറയുന്നു, നബിയേ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബലികൽ ഖുൽദ്, അങ്ങേക്ക് മുമ്പ് കടന്നുപോയ ഒരു മനുഷ്യനെ പോലും ശാശ്വതമായി ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. ഹൂദ് നബി പോയി 950 വർഷം അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചു നടന്ന ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമായ യൂസുഫ് നബി, അധികാരത്തിന്റെ ദണ്ഡ് കൊണ്ട് ലോകത്തെ അടക്കി ഭരിച്ച സുലൈമാൻ നബി, എല്ലാവരും പോയി നബിയെ, എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് അങ്ങേക്കും അങ്ങനെ തന്നെ അങ്ങന്റെ ഹബീബാണ്, അങ്ങന്റെ ഖലീലാണ്, അങ്ങനെക്ക് അടുത്തവനാണ്, അങ്ങനെക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാണ്. പക്ഷേ മരണമെന്ന ആ സത്യത്തിന്റെ മുമ്പിൽ തിരുദൂതരെ, ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ, ഇന്നക മയ്യിതുൻ, സഹോദരാ, ഇവിടെയാണ് മരണത്തെ നാം നിർവചിക്കുന്നത്. ഈ മരണത്തെ മഹാപ്രതിഭാസത്തെ നിർവചിക്കുന്നത് ഇവിടെയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടാണ് അഭിസംബോധന. ഇന്നക മയ്യിതുൻ, അങ്ങും മരണം രുചിക്കുക തന്നെ ചെയ്യും നബിയേ. ഇന്നഹും മയ്യിതൂൻ, അവരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹൂദ് നബി വിട പറഞ്ഞെങ്കിൽ, സുലൈമാൻ നബിക്ക് ഭൂമി അവസരം ഒരുക്കിയില്ലെങ്കിൽ, ഈ യൂസുഫ് നബിയുടെ ശരീരത്തെ ഈ മണ്ണ് സ്വീകരിച്ചെങ്കിൽ അങ്ങേക്കും മരണത്തിൽ നിന്ന് ഒഴിവില്ല നബിയേ, മഹിശറയിൽ നിന്നുമില്ല. തുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പരലോകത്ത് എഴുന്നേൽക്കുന്നതിൽ അങ്ങും ഒഴിവല്ല നബിയേ. ഹബീബിനാണ് ലോകത്തൊരാൾക്ക് മരണം ഒഴിവാക്കപ്പെടണമെങ്കിൽ ആ മരണം ഒഴിവാക്കേണ്ടത് ആർക്കാണ്? അല്ലാഹുവിന്റെ ഹബീബ് നബി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ലൗ കാനത്തി ദുനിയാ ബഖാഉൻ ലിസാകിനി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ വമാ അഹദുൻ യൻജു മിനൽ മൗതി സാലിമാ വസഹുമുൽ മുനായാ ഖദ് അസ്സാബാ മുഹമ്മദാ. അതുകൊണ്ട് ഞാൻ ഈ തണുത്തുറങ്ങ രാത്രിയിൽ ഹൃദയം തണുക്കരുത്, വിശ്വാസം തണുക്കരുത്, നമ്മുടെ ആഗ്രഹങ്ങളെ തണുപ്പ് മരവിപ്പിച്ചു പോകരുത്. സഹോദരാ, ഏത് കാര്യത്തിന് തർക്ക വിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ചർവിത ചർവണങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഒക്കെ നടന്നാലും ലോകത്ത് തർക്കമില്ലാത്ത ഒരേ ഒരു പരമസത്യമേ ഉള്ളൂ. ആ സത്യം മരണമാണ്, മരണമാണ്, മരണമാണ്. ആ മരണത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എന്തിനീ നമുക്ക് ശങ്ക? മാറ്റമൊന്നുമില്ലത്. സീസറും ഹോമറും എന്ന് വേണ്ട, സോളമൻ, അരിസ്റ്റോട്ടിലും നെപ്പോളിയനും അലക്സാണ്ടറും എല്ലാവരും ഈ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പ് തലകുനിച്ചു നിന്നുപോയി എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ലോകമാർക്കെങ്കിലും വഴിമാറണമെങ്കിൽ, മരണമാർക്കെങ്കിലും വഴിമാറിക്കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് ഹബീബിനാണ്, ഹബീബിനാണ്, ഹബീബിനാണ്. പക്ഷേ മിനൽ മൗതി സാലിമാ, മരണമെന്ന മഹാസത്യത്തിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടിട്ടില്ല. വസഹുമുൽ മുനായാ ഖദ് അസ്സാബാ മുഹമ്മദാ. ഈ മരണത്തിന്റെ അസ്ത്രം അല്ലാഹുവിന്റെ റസൂലിനെ പോലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മരണമെന്നത് വലിയൊരു മഹാസത്യമാണ്. അതുകൊണ്ട് ആ മരണത്തെ അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ.
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മരിക്കാതിരിക്കാൻ ശ്രമിക്കലല്ല, പിന്നെയോ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നന്നായിട്ടും മരിക്കാൻ തീരുമാനിക്കലാണ്. അള്ളാഹു നമ്മുടെ മരണത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. മനുഷ്യന്മാരെ, അള്ളാഹു നമ്മുടെ മരണത്തെ നന്നാക്കി തരട്ടെ. ഉറക്കെ അള്ളാഹു നമ്മുടെ മരണത്തെ നന്നാക്കി തരട്ടെ. വേറെ ഒരു വിഷയമില്ല. മരണം ഒരു വെളിപ്പാടകലെ, മരിക്കും ഉറപ്പാണ്. അതിൽ നിന്ന് ആരും ഒടിവല്ല, ഹബീബ് ഒടിവല്ല. അതിയമൈത്തൊരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അശ്റഫുൽ ഖൽഖ് നബിയുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഇതെന്തിട്ട് പറയാ, ഇതെന്ത് തണുപ്പായത്? വളരെ കഷ്ടപ്പെട്ടിട്ട് പറയാം. അത്ര കഫക്കെട്ടും പ്രശ്നമുണ്ട്. ഞാൻ അതൊന്നും പറയാത്തതാണ്. വേണ്ട, ഒരു നിരാശ വേണ്ട. പറ്റണ പോലെ ആ കഫക്കെട്ടും പനിയുള്ളപ്പോഴാണ് ഇന്നലെ ബാംഗ്ലൂർ പോയത്. പണ്ടാരോ ഒന്നാമത് ദുർബല, പോരാത്തിന് ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി അവിടത്തെ തണുപ്പും കൂടെ ആയപ്പോ ഉറക്കൊന്ന് ചൊല്ലിയിൽ ബദറിലും മികന്തൊരു ശോഭനബി ബീവി ആമിനത്തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്നാ ബി റസൂലില്ലാഹി ഹസ്ബി റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നന്നായി മരണത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ നിന്ന് ഒരാളും ലക്ഷ്യമല്ല. മരിക്കാതിരിക്കാൻ കഴിയില്ല ഒരാൾ. എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മരണം ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എത്ര സുഖമായിരുന്നു. എല്ലാരും ന്യായമായിട്ട് ചിന്തിക്കണ ഒരു കാര്യമാണ്. ഈ മരണം ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എന്ത് സുഖമായിരുന്നു. മരിച്ചില്ലെങ്കിൽ ഒരു സുഖവും ജീവിതത്തിന് ഉണ്ടാവില്ല. കാരണം നമ്മുടെ മുൻഗാമികളൊക്കെ മരിക്കാതെ ഇപ്പോഴും കൂടേണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് മലയാള പാഠപുസ്തകത്തിൽ ഒരു പദ്യം ഉണ്ടായിരുന്നു, കാലനില്ലാത്ത കാലം. അത് പഠിച്ച ആരെങ്കിലും ഉണ്ടെ കൂട്ടത്തില് കാലനില്ലാത്ത കാലം. ആ പോയം പഠിച്ച ആളുകളൊന്നും കൈവക്കിക്ക് ആരെങ്കിലും ഉണ്ടെ സ്കൂളിൽ പണ്ട് അറബി എടുത്താൽ അതുകൊള്ളു. നിങ്ങളുടെ ഇമാം റഷീദ് മൗലവി ഭാഗ്യാത്തിൽ എന്റെ സീനിയറാണ്. അന്നത്തെ തീപ്പൊരു പ്രഭാഷകരുമാണ് ഭാഗ്യാത്തിൽ. അല്ലാഹു ആഫിയത്തും ആരോഗ്യമൊക്കെ നൽകട്ടെ. അന്നത്തെ ഒരു പാഠപുസ്തകത്തില് കവിതയാണ് കാലനില്ലാത്ത കാലം. ഓർമ്മയില്ല, അതിന്റെ തുടക്കം എങ്ങനെയാണ്? മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ മരിക്കാൻ കാലൻ വരാത്തത് കൊണ്ട് പോത്തിന്റെ പുറത്ത് കയറി കയറുമായിട്ട് യമധർമ്മം വരാതിരുന്നപ്പോ മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ മരിച്ചില്ല, അച്ഛൻ മരിച്ചില്ല, അച്ഛന്റെ അച്ഛൻ. ആ കാലം മുതലുള്ള മുഴുവൻ ആളുകളും വീട്ടിൽ ഇങ്ങനെ കയറി എല്ലും തോലുമായിട്ട് മരിക്കാതിരുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോ തന്നെ അതിനകത്ത് ഉള്ളവരെ കണ്ടാ പേടിച്ചു. എന്നിട്ട് കാലനില്ലാത്ത ഒരു കാലത്തെ കവി സങ്കല്പിക്കുകയാണ്. ഇതിന്റെ ഇടയിലൊന്ന് ഓർത്തു പോയതാണ്. സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഏലിക്കുട്ടി ടീച്ചർ പാടിയ ഒരു പാട്ടാണ് കാലനില്ലാത്ത കാലം. എനിക്ക് ഓർമ്മയില്ല അത്. നമ്മളൊക്കെ ആ സെയിമിൽ പഠിച്ചവരാണല്ലോ. അന്നൊരു 7ാം ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കവിതയുണ്ട്, മാടപ്രാവ് പുലർകാലം എനിക്കിന്ന് ഉജ്ജ്വല തേജസ്സിൽ മോമനപ്പിറാവെ എന്ന് തുടങ്ങി ശരിയായി മമ മന്ദിരാകി തന്നെ അരിമപ്പെട്ട വിരുന്നുകാരനത്ര തവഗേഹിനിയെങ്കിൽ ലോക നേത്രോത്സവമേ താങ്കൾ തനിച്ചു പോന്നതെന്തേ അവൾ കൊച്ചു കിടാങ്ങൾ തൻ ഭവനത്തിങ്കൽ വസിക്കയായിരിക്കാം.
അതിരറ്റഴകുള്ളതായ കാർവിൽ അതിവേഗേന മറഞ്ഞു പോകുമല്ലോ. അതിനാൽ വിധി പേർത്തു തീർത്തതാവാം അതിരൊക്കുന്നൊളി വീശുമിക്കകത്ത് എന്ന് പറഞ്ഞ അന്നത്തെ ഒരു പാട്ടുണ്ട് മാടപ്രാവിനോട്. ചുമ്മാ ഒന്ന് പഴയകാലം ഓർമ്മ വന്നപ്പോ പാടിയതാണ്. പാടാന്നല്ലാതെ ആ പഴയകാലം തിരിച്ചു വരൂലല്ലോ. ONV പാടിയതുപോലെ വെറുതെ ഈ മോഹം എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞതുപോലെയാണ്. മരണമെന്നത് ഇല്ലാതിരുന്നാൽ ജീവിതം സുഖകരമാവും എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ ആ ജീവിതം ഒട്ടും സുഖകരമാവില്ല എന്ന് കവി പറയാണ്. കാലനില്ലാത്ത കാലം എന്ന കവിതയിലൂടെ ഈ മരണമുള്ളത് കൊണ്ടാണ്. ആ മരണം നല്ലതാവാനാണ്. എന്തിനാണ് മരണം? ഒരാൾ മരിക്കണമെന്ന് തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അല്ലാഹു മരണം തന്നെ? എന്തിനാണ് മനുഷ്യന്മാരെ ഗൂഗിളിൽ നോക്കുന്നത്? അല്ലാഹു നമുക്ക് മരണം തന്നെ എന്തിനാണ് സഹോദരന്മാരെ മരിക്കണോ തീരുമാനിച്ചെന്തിനാ? ഭർത്താവിന്ന് രക്ഷപ്പെടാൻ. ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാവും പറയല്ലോ, പടച്ചോനെ മരിച്ചാ മതിയായിരുന്നു ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മരിച്ചാ മതിയായിരുന്നു ഈ ദജ്ജാലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ. മരിച്ചാ രക്ഷപ്പെടും. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് ഈ മരണം അല്ലാഹു നൽകിയത്? അതിനല്ലാഹുവിന്റെ ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എന്തിനാണ് ഞാൻ ഈ മരണത്തെയും ജനനത്തെയും മനുഷ്യ നിനക്ക് നിശ്ചയിച്ചതെന്നറിയുമോ? ആരാണ് അല്ലാഹു എന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അവനാണ് ജനനത്തെയും മരണത്തെയും നിശ്ചയിച്ചു തന്നത്. ഈ ജനനം എന്തിനാണ്? ജീവിതത്തിന്റെ ദുഃഖങ്ങളെ സഹിക്കാനല്ല. ഈ മരണം ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല. മാനവാ മനുഷ്യ, ഈ ജനന മരണങ്ങളെ ഞാൻ നിനക്ക് നിശ്ചയിച്ചു തന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്ത് ജീവിച്ചവരാണെന്ന് തിരിച്ചറിയാനാണ്. ആ മരണത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയെ നാം ചർച്ച ചെയ്യുമ്പോ, എന്തിനാണ് മരണത്തെ അല്ലാഹു തന്നതെന്തിനാ? മരണദൂതൻ നമ്മുടെ വീട് കാണാൻ വരുന്നതെന്തിനാ? ഒന്നിനുമല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ഏറ്റവും നല്ലത് ചെയ്തതാരെന്നറിയാൻ, നല്ലത് ചെയ്തതാരെന്നറിയാനല്ല മരണത്തെ അല്ലാഹു തന്നത്. അഹ്സനു അയ്യുക്കും അഹ്സനു അമലാ. ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവരാരാ? അല്ലാഹു തന്നൊരായുസിന്റെ ഉള്ളിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തതാരാ? അതറിയാനാണ് ഞാൻ മരണത്തെ തന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അതെങ്ങനെയാണ് സഹോദരങ്ങള്? ഏറ്റവും നല്ലത് ചെയ്തതാരെന്നും മരണത്തോടെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇവനാണ് ഏറ്റവും നല്ലത് ചെയ്തത്. പാനിപ്രയിൽ ജീവിച്ചിരിക്കുമ്പോ ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല സൽക്കർമ്മി എന്നും മരണത്തോടെ അറിയുന്നത് എങ്ങനെയാ? അതിനാണ് ഖുർആൻ അടുത്ത സ്ഥലത്ത് മറുപടി പറയുന്നത്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ. വെറുതെ മരണം പറയുകയല്ല. ആ മരണത്തെ വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന്, ഈ ജീവിതത്തിന് എങ്ങനെയാണ് ഖുർആൻ അടിവരയിടുന്നതെന്ന് അല്ലാഹു പറയുകയാണ്. എങ്ങനെയാണ് മരിക്കുമ്പോ അവന്റെ ജീവിതം നല്ലതാണോ എന്നറിയുന്നത് എങ്ങനെയാ? അവന്റെ ജീവിതത്തിൽ ഇവൻ നന്മ ചെയ്തോ എന്നറിയുന്നത് എങ്ങനെയാണ്? അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ. അവൻ മരണാസന്നനായി സക്കറാത്തിൽ കിടക്കുമ്പോ അവന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമത്രേ. ആണും പെണ്ണും പഠിച്ചുകൊള്ളുക. ഒരു മനുഷ്യന്റെ ബഹുമാനം എവിടെയാണ്? അത് പത്മശ്രീ കിട്ടുമ്പോഴല്ല, രാജ്യത്തെ സിവിലിയൻ പുരസ്കാരം കിട്ടുമ്പോഴല്ല, അവൻ ഈ നാട്ടിൽ ആദരിക്കപ്പെടുമ്പോഴല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സർവാദരണീയ പുരസ്കാരം കിട്ടുന്നത് അവൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന നേരത്താ.
അവന്റെ വീട്ടിലേക്ക്, അവന്റെ കൊച്ചു വീട്ടിലേക്ക്, ആലിപ്പുറയിൽ എവിടെയോ ലക്ഷം വീട് കോളനിയില് തിമിർത്ത് പെയ്യുന്ന മടയിൽ ചോർത്തിരിക്കുന്ന ഒരു ചെറ്റപ്പുരയിലുമ്മ മരണത്തെ കാത്ത് കിടക്കുമ്പോ ആ ചെറ്റപ്പുരയിലേക്ക് വരുന്ന അതിഥികളാരാ? അല്ലദീന തതവഫാഹുൽ മലായികത്തു തയ്യിബീൻ. അല്ലാഹുവിന്റെ ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ അവന്റെ വീട്ടിലേക്ക് വരുമത്രേ. നമ്മുടെ വീട് രാഷ്ട്രപതി സന്ദർശിക്കണ്ട, നമ്മുടെ വീട് ഗവർണർ സന്ദർശിക്കണ്ട, നമ്മുടെ വീട്ടിൽ MLA സന്ദർശിക്കണ്ട. പാരിപ്രയില് നമ്മുടെ വീടുകളുടെ സന്ദർശകരാരാ? ആ സന്ദർശകര് പടച്ചവന്റെ പട്ടാളം ഇറങ്ങുന്ന ഒരു നേരമില്ല. ഗവർണർക്ക് സുരക്ഷ പോരെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ പട്ടാളം ഇറങ്ങി. സഹോദരാ, നമുക്കിറങ്ങുന്ന പട്ടാളമേടാ. ഗവർണർക്ക് ആ നിയമപര ഭരണഘടനാപരമായ പരിരക്ഷ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അപകടം വരുമെന്ന് പ്രശ്നം വന്നപ്പോ ആവശ്യപ്രകാരം കേന്ദ്രത്തിന്റെ സേന ഇറങ്ങിയ കാലത്ത് മോനെ നമുക്കൊക്കെ അങ്ങനെ ഒരു പരിഗണന കിട്ടുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാലിപ്രയിലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയ സേന ഇറങ്ങി വരും. ആ സേനയുടെ എണ്ണം എത്രയാന്ന് പറയാൻ പറ്റില്ല. ഗവർണർക്ക് 50 CRPF ആണെങ്കിൽ നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് സേന വരുന്നത് എങ്ങനെയാ? ആ പട്ടാളം ആരെന്നറിയുമോ? ആ പട്ടാളം വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പട്ടാളമില്ലേ? ആ പട്ടാളത്തിന്റെ കണക്കെത്രയാ? ലക്ഷമാണോ കോടികളാണോ? അല്ല അല്ല, വമായ ഇലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. ആ പട്ടാളത്തിന്റെ എണ്ണം പടച്ചറപ്പിനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. അവരുടെ രേഖയേടാ? നമ്മുടെ ഇന്ത്യയുടെ പട്ടാളത്തിന് പാകിസ്ഥാന്റെ അതിർത്തിയിലോട്ട് പോവാൻ കഴിയില്ല. പാകിസ്ഥാന്റെ പട്ടാളത്തിന് അഫ്ഗാന്റെ അതിർത്തിയിലപ്പുറം പോകാൻ കഴിയില്ല. അഫ്ഗാന്റെ പട്ടാളക്കാർക്ക് നേപ്പാളിന്റെ അതിർത്തി ചവിട്ടാൻ കഴിയില്ല. അമേരിക്കയുടെ പട്ടാളത്തിന് ഇംഗ്ലണ്ടിലോട്ട് പോവാൻ കഴിയില്ല. ബ്രിട്ടന്റെ പട്ടാളത്തിന് കാനഡയുടെ അതിർത്തി പേരിക്കാൻ കഴിയില്ല. പക്ഷേ എന്റെ അല്ലാഹുവിന്റെ പട്ടാളം ഏതെന്നറിയുമോ? അസ്സമാവാതി വൽ അർള്. ഏഴാകാശവും 7 ഭൂമിയും ഒരു മാനദണ്ഡങ്ങളുടെ മറികടക്കാണ് വിലക്കുകളില്ലാതെ സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ അതിശീഘ്ര ദ്രുതഗമനമായ വാഹനമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർക്ക് മിറാഷ് വിമാനങ്ങളാണെങ്കിൽ പടച്ചോണ്ട പട്ടാളത്തിന്റെ വാഹനത്തിന്റെ വേഗതയേടാ? ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടുന്ന പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന പടച്ചവന്റെ പട്ടാള വ്യൂഹമില്ല. ആ പട്ടാള വ്യൂഹം ഈ ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്തിന്റെ 28 സംസ്ഥാനത്തിൽപ്പെട്ടൊരു സംസ്ഥാനമായ കേരളത്തിന്റെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഈ പാനിപ്രയിലെ ഒരു കൊച്ചു വീട്ടില് അല്ലാണ്ട് ഈ പട്ടാളം വന്നിറങ്ങുമത്രേ. എപ്പോഴാ ഇറങ്ങുന്നതെന്നറിയോ? ഇത്ര വിവരിച്ചു പറയുന്നത് മരണമെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രതിഭാസമല്ല, അതൊരു വിശ്വാസിയുടെ യാത്രയപ്പാണ് കേട്ടോ. ഈ ദുനിയാവിന്റെ ഒടുക്കവും അവന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കവും മരണമോ? നമ്മുടെ വീട്ടിൽ സക്കറാത്തിന്റെ വേദനയിൽ പിടയുമ്പോ അതാ വരുന്നു അല്ലദീന തതവഫാഹുൽ മലായികത്തു തയ്യിബീൻ. ആയിരക്കണക്കിന് മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരികയും സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന നേരം അടുത്തിരുന്ന് മക്കൾ കരയുന്നുണ്ട്, അടുത്തിരുന്ന് ഭർത്താവ് കരയുന്നുണ്ട്, മകന്റെ പ്രാണവേദനയിൽ ഉമ്മ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്നു നീ കിടക്കുന്നേ. നിന്റെ പൊന്നുമക്കള് നിന്റെ ചുറ്റുഭാഗത്തു നിന്ന് ഉപ്പാ ഉപ്പാ എന്ന് നിലവിളിക്കുമ്പോ മക്കളെ ഉപ്പാക്ക് മറുപടി പറയാൻ സമയമില്ല. മരണദൂതനെ കാണുകയാണ്. ഉപ്പാന്റെ പെരുവിരലിൽ നിന്ന് പെരുത്ത് കയറാണ്. ഉപ്പാന്റെ തൊണ്ടക്കുടിയിലും മരണദൂതന്റെ പിടുത്തം വീണു പോലെ ആ മരണവേദന
മരണവേദനയിൽ പെടയുന്ന ഒരു നേരമുണ്ട്. ആ നേരത്തെയാണ് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത്. ഈ പാതിരാ സമയത്തിന്റെ അവസ്ഥകളെ വകവെക്കാതെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കഥയല്ല, മിത്തല്ല, ഐതിഹ്യമല്ല. ഈ വിനീതം പറയുന്നത് വിശുദ്ധമായ ഖുർആനാണ്. വീട്ടിലും മരണവേദനയിൽ കിടന്ന് പെടയുന്ന മനുഷ്യന്റെ അവസ്ഥയെ ലോകത്ത് ഖുർആൻ വിവരിച്ചതുപോലെ ആരാ വിവരിച്ചത്? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കذب വതവല്ലാ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്, തന്റെ ശരീരം വേർക്കുന്നുണ്ട്. സഹോദര, ആശ്വസിപ്പിച്ച വചനങ്ങൾ അകലുമ്പോൾ, അതേവരം മരുന്നുകളെടുത്ത് നിന്ന് കൈകൾ പിൻവലിയുമ്പോൾ, ആഖിറത്തിലേക്ക് അടുക്കുമ്പോൾ, മരണവേദനയിൽ പിടയുമ്പോ, ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയും അലൈക്കും. ആ സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് മരണവേദനയിൽ പിടയുമ്പോ, ഞരമ്പ് ത്രസിക്കുമ്പോ, തൊണ്ട വരളുമ്പോ, ചുണ്ട് പിടയുമ്പോ, കണ്ണടയുമ്പോ, മക്കള് നിലവിളിക്കുമ്പോ, ഭാര്യ നെഞ്ചത്തടിക്കുമ്പോ, അവൻ പോയല്ലോ എന്ന് പൊന്നുമ്മ വീടിന്റെ അകത്തളത്തിൽ നിന്ന് വിലപിക്കുമ്പോ, മരിക്കാൻ പോകുന്നവനെ, വേദനയിൽ പിടയുന്നവനെ, നിനക്കാ സമയത്ത് സന്തോഷത്തിൽ ആറാടാ. മലക്കുകൾ വരും, യഖൂലൂന അസ്സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, ഞങ്ങളിതാ നിന്റെ രക്ഷകരായി വന്നു കഴിഞ്ഞു. പേടിക്കണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, ഒന്നും നഷ്ടപ്പെടില്ല. മക്കളെ പിരിയുമെന്ന വേദന വേണ്ട, ഭാര്യയെ കാണില്ലെന്ന പ്രശ്നം വേണ്ട. എല്ലാം കൂട്ടിമുട്ടുന്നൊരു ദിവസമുണ്ട്. സ്വർഗത്തിൽ കാണാം എന്ന് പറഞ്ഞവർ സ്വർഗത്തിന്റെ ഛായാചിത്രം കാണിച്ച് മരിക്കാൻ പോകുന്നവനെ അവരെ ആശ്വസിപ്പിക്കുമത്രേ. ഇന്നല്ലദീന ഖാലൂ ربنا الله ثم استقاموا تتنزل عليهم الملائكة. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവൻ, ദീനിന്റെ പ്രമാണങ്ങൾക്ക് വില കൊടുത്തവൻ, ചെറുപ്പക്കാരെ മദ്യപിച്ചിട്ടില്ല, ചൂതാട്ടമില്ല, പലിശയില്ല, അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടില്ല, അങ്ങനെ ജീവിച്ചവനോട് പടച്ചവന്റെ മലക്കുകൾ വന്ന് പറയും അല്ലാ തഖാഫൂ, ഭയക്കണ്ട കേട്ടോ, വലാ തഹ്സനൂ, ദുഃഖിക്കണ്ട ദുഃഖിക്കണ്ട, വബിശിറൂ ബിൽ ജന്നാ, ഇതാ സ്വർഗം കണ്ട് സ്വസ്ഥതയോടെ യാത്രയായിക്കോളൂ. നിങ്ങൾ അത്ഭുതം തോന്നുന്നുവോ? നമ്മുടെ വീടുകളിലേക്ക് മലക്കുകൾ വരുമെന്ന്, അവർ നമ്മളോട് സലാം പറയുമെന്ന്, അഹ്മദ് കബീറിനോട് ദുഃഖിക്കണ്ടെന്ന് പറയുമെന്ന്. എന്തേ സഹോദരി സഹോദര വിശ്വസിക്കാൻ കഴിയാത്തത്? ലോകം കണ്ട നീതിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പുനരുദ്ധാരകനായി വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമനെന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഉമർ സാനി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആരാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. മരണാസന്നനായി വീട്ടിൽ കിടക്കുമ്പോ ഭാര്യ പ്രിയപ്പെട്ട ഫാത്തിമ അടുത്തുണ്ട്. ഫാത്തിമ വെളിയിൽ പോയിക്കോളൂ. പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്ത് നിന്ന് വിട പറയാൻ അടുക്കുമ്പോ കൈവിരലുകൾ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ. ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ? അങ്ങനെയുള്ള വീട്ടുകളിലാണ് മരണത്തിന് അത്ഭുതം സംഭവിച്ചത്. നിങ്ങൾ അവരുടെ കഥ കേട്ടിട്ടില്ലേ? അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്നോ. ഒരു കുലമുന്തിരി വാങ്ങിക്കാൻ നാരണ കയ്യിലില്ലാതെ രാജ്യത്തിന്റെ ഭരണാധികാരി വിഷം നൊട്ടിയ വയറുമായി ഭാര്യയോട് കൊണ്ടു സഖി ഒരു കുലമുന്തിരി തിന്നാൻ നാരണ കയ്യിലില്ലെന്ന് പറഞ്ഞു.
ഭാര്യയോട് പരിതാപം പറഞ്ഞ ആ രാജാവും ആ രാജാവിന്റെ ഭാര്യയും എവിടെയാണ് പറയാൻ കഴിയുക? ഇഷ്ടതോഴന്മാർക്ക് അഴിമതിയുടെ കാണാപ്പുറങ്ങളുടെ അഗാധതകളിലേക്ക് അധികാരത്തെ വിനിയോഗിക്കുന്ന പുതിയ കാലത്ത്, അഴിമതിയുടെ കാലത്ത് 250 സാരിയും 450 ജോഡി ചെരുപ്പുമായി മരിച്ചു പോകുന്ന ഭരണാധികാരികളുടെ കാലത്ത് ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഫാത്തിമ മോളെ, നീ പോയിക്കോളൂ, എനിക്ക് കുറച്ച് അതിഥികൾ വരാനുണ്ട്. പ്രിയപ്പെട്ട ഭാര്യ മരണത്തിന്റെ നേരത്ത്, ഭർത്താവ് പിടയുന്ന നേരത്ത് ഫാത്തിമ വെളിയിലോട്ട് പോയി. ആ ഫാത്തിമ പറയാണ്, ഞാൻ അവിടെ നിന്ന് ജനാലക്കൽ ചെല്ലുമ്പോ ആ റൂമിലാരുമില്ല. എന്റെ ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ നിന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ട്. മർഹബൻ യാ ഖലീലല്ലാഹ്, മർഹബൻ യാ യാ ഖലീലല്ലാഹ്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയെ സ്വാഗതം. മർഹബൻ യാ സഫിയല്ലാഹ്, അല്ലാഹുവിന്റെ സഫിയായ നൂഹ് നബിയെ സ്വാഗതം. മർഹബൻ യാ റൂഹല്ലാഹ്, ഈസാ നബിയെ സ്വാഗതം. ആ വീട്ടിലേക്ക്, കൊച്ചു റൂമിലേക്ക് ഭാര്യ പറയാണ്, ഇബ്രാഹിം നബി കടന്നു വന്നു, ഈസാ നബി കടന്നു വന്നു, നൂഹ് നബി കടന്നു വന്നു. ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ ഞാൻ ആ വിളി കേട്ടു അത്രേ, മർഹബൻ യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ അശ്റഫുൽ ഖൽഖ്, അങ്ങേക്ക് സ്വാഗതം യാ റസൂലല്ലാഹ്. മരിക്കുന്ന നേരത്ത് ഈ ലോകത്ത് നിന്ന് അവസാനമായി കണ്ണടയുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ വന്നു വന്നേ. എല്ലാവരോടും സലാം പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ശഹാദത്ത് കലിമ പറയുന്നതിന് മുമ്പ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. تلك الدار الآخرة, നാളെ പരലോകത്തിലെ സ്വർഗ്ഗത്തിലെ വീട് ആർക്കാണ് റബ്ബ് വെച്ചിരിക്കുന്നതെന്നറിയുമോ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ അഹങ്കരിക്കാതെ നടന്നവർ, വലാ ഫസാദാ, ഈ ഭൂമിയിൽ കുഴപ്പമില്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ സമാധാനത്തോടെ ജീവിച്ചവർ, അവർക്കാണ് സ്വർഗ്ഗത്തിന്റെ വീടുള്ളത് എന്ന ആയത്തോരി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന അവസാനത്തെ ഷഹാദത്ത് കലിമ പറഞ്ഞ് വിട പറഞ്ഞു മഹാനായ സയ്യിദനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. الذين تتوفاهم الملائكة الطيبين. ഇങ്ങനെയാണ് മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകളുടെ സലാം കേൾക്കേണ്ട ചെവിയാണിത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. പറയും മനുഷ്യന്മാരെ എന്തായാലും മരിക്കും ഉറപ്പാണ്. അപ്പൊ പിന്നെ ഉമ്മ ഏറ്റവും നല്ലത് നന്നായിട്ട് മരിക്കലല്ലേ? എന്തായാലും നല്ലത് നന്നായിട്ട് മരിക്കലല്ലേ? ഇപ്പൊ എല്ലാരും ലൈവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി ഉസ്താദിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇസ്മായിലാണ് ഇതിന്റെ ഖാദിമാണ്. അപ്പൊ നല്ല കല്യാണാലോചന ഒരു ഇസ്മായിൽ. ഇതിപ്പോ ഏതായാലും ലൈവായിട്ട് എല്ലാരും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ടെങ്ങനെ നല്ല കല്യാണാലോചന അല്ലാഹു നല്ല സാലിഹത്തായ ഇണയെ കൊടുക്കും.
അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അല്ലാഹു നമ്മുടെ മരണത്തെ നന്നാക്കി തരട്ടെ. ഉപ്പമാരെ അങ്ങനെ തന്നെ മരിക്കണം, മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ പിന്നെ ആ മരണം ഉറപ്പാണെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുക പോണ സമയത്ത് മാന്യമായിട്ടങ്ങ് പോവലല്ലേ. ഒരു കമ്പനിയില് ജോലി കിട്ടി, 60 കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഉറപ്പാണ്, പിന്നെ നിൽക്കാൻ പറ്റൂല. എന്നാ പിന്നെ ആ നിക്കണ വരെ മര്യാദയ്ക്ക് നിന്നിട്ട് പിരിയണ നേരത്ത് മാന്യമായിട്ട് അങ്ങോട്ട് പിരിഞ്ഞുവിടല്ലേ. അല്ലാതെ ആ നിൽക്കണ നേരത്ത് കമ്പനിയുടെ MD വെട്ടിച്ചും തട്ടിച്ചും മോട്ടിച്ചും പിടിച്ചും പറിച്ചും അവസാനം പിന്നെ 59ാമത്തെ വയസ്സില് റിട്ടയർ ആകണതിന്റെ 4 ദിവസം മുമ്പ് കൈക്കൂലി കേസിൽ പിടിച്ചിട്ട് പോണ ഒരു ഉദ്യോഗസ്ഥന്റെ അവസ്ഥ ഒന്നാലോചിക്കും. മനുഷ്യന്മാരെ 10-30 വർഷം ജോലി ചെയ്തിട്ട് റിട്ടയർ ആകണതിന്റെ തലേ ദിവസം കൈക്കൂലി കേസിൽ പിടിച്ചിട്ട് വെളിയിൽ പോണവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അവ സസ്പെൻഷനുമായി പെൻഷനൊട്ട് കിട്ടൂല്ല, അതേവരെ ചെയ്തതില്ല, നിഷ്ഫലമായി. ചെറിയ ഒരു ജീവിതം എപ്പോഴാണ് പോണത്, ഏത് സമയത്താണ് പോണതെന്നറിയില്ല. ആ സമയത്ത് മാന്യമായി മരിക്കാൻ, നന്നായി മരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇവിടെ ടൈം 11 മണി വരെയാണ്. ഇൻഷാല്ലാ അരമണിക്കൂർ കൂടി ഇരിക്കൂല എല്ലാരും. ഇരിക്കൂലേ? ഇരിക്കുന്നുള്ളവരൊന്ന് കൈപൊക്കി നോക്കട്ടെ. രണ്ടുപേരും കൈപൊക്കി, ഒന്ന് താഴ്ത്തി, ഒന്നുകൂടി. പണ്ട് സ്കൂൾ അസംബ്ലിയിൽ ചെയ്ത തണുപ്പൊക്കെ ഒന്ന് പോയി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ മരണം എന്തായാലും ഈ ലോകത്ത് അധിക കാലമില്ല. ഇപ്പൊ ആളുകൾ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്ന കാലമാണ്. നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, കോട്ടയത്തിനടുത്തൊരു ഗ്രാമത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യൻ മരിച്ചു. എങ്ങനെയെന്നറിയോ? കത്തി കൊണ്ട് സ്വയം കഴുത്തെടുത്തു. അയാൾ കത്തി കൊണ്ട് സ്വയം കഴുത്തെടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു. നിരാശ അയാളെ എത്രത്തോളം അയാളെ പിടികൂടിയതുകൊണ്ടാണ് ഒരാൾ മരിച്ചത്. ആ മനുഷ്യൻ മരിക്കുന്ന നേരം മൂർച്ചയുള്ള പിച്ചാത്തിപ്പിടി തന്റെ കഴുത്തിലേക്ക് വച്ച് ആദ്യത്തെ ഞരമ്പ് മുറിയുമ്പോഴേ പ്രാണവേദനയിൽ പിടയുന്ന നേരം. അതുകൊണ്ടാണ് ആരും അങ്ങനെ സ്വയം കഴുത്തെറുത്തു മരിക്കാറില്ല. കാരണം ഒരു ഞരമ്പ് പിടയുമ്പോഴേ മുറിയുമ്പോഴേ അറിയാതെ കത്തിയിൽ നിന്ന് പിടുത്തം അയഞ്ഞു പോകും. പിന്നെ അവന്റെ കഴുത്തിറക്കാൻ അവനെ കഴിയാത്ത അഗാധമായ വേദന അവനെ പിടികൂടും. പക്ഷേ കോട്ടയത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉപ്പമാരോട് ഓർമ്മിപ്പിക്കാം, ഓനെ ഈ ദുനിയാവ് എങ്ങനെയാണ് നമ്മോട് പ്രവർത്തിക്കുന്നതെന്നറിയാൻ ആ പിതാവിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ട് അയാളെ ഞരമ്പ് മുറിഞ്ഞപ്പോ അയാള് പിടഞ്ഞില്ല. ആ മനുഷ്യൻ വീണ്ടും പിച്ചാത്തിപ്പിടിയിൽ കൈമുറുക്കിയിട്ട് അയാളുടെ കഴുത്തറുത്തെറുത്തു മാറ്റുമ്പോ അത്രമേൽ വലിയ വിഷമവും നിരാശയും ആ മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടിയിട്ടുണ്ടാവാം. അയാള് മരിച്ചിട്ട് അയാളുടെ മൃതദേഹം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചപ്പോ ക്രൈസ്തവ ആചാര പ്രകാരം അതിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആ ഇടവകയില് നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വികാരി വന്ന ആ മൃതദേഹം വെച്ചിട്ടൊരു പ്രസംഗം നടത്തുന്നത് യൂട്യൂബിലുണ്ട്. ഫാദർ സജീഫൻ എന്നാണെന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വായിച്ച ഓർമ്മ. അയാൾ ആ മൃതദേഹം വെച്ചിട്ട് പറയുന്നുണ്ട്, ആ മൃതദേഹത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ഭാര്യ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ നാട്ടിലെ എല്ലാ പാവങ്ങളെയും സഹായിക്കുന്ന ആളാ. ഏറ്റവും വലിയ തമാശ, അയാളും ആ ഭാര്യയും ആ ഇടവകയിലെ മാതൃകാ ദമ്പതികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ആ അച്ഛൻ പറയുന്നുണ്ട്, 2 മക്കൾ ഓസ്ട്രേലിയയിലാണ്. തന്റെ സമ്പാദ്യം വിറ്റിട്ട് ആ മനുഷ്യൻ പഠിപ്പിച്ച 2 മക്കൾ ഓസ്ട്രേലിയയിലാ. ആ മൃതദേഹം, തണുത്തുറഞ്ഞ മൃതദേഹം മുമ്പിൽ വെച്ചിട്ട് മുൻ വികാരിയുടെ പ്രസംഗം എന്തെന്നറിയോ?
മരണവീട്ടിലെ ശവക്കല്ലറയിലോട്ട് ഈ ശരീരം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ലൂക്കോച്ചൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്നോട് കാണാൻ വന്നിട്ടുണ്ട്. ഈ ഇടവകയിൽ ഞാൻ മുൻ വികാരിയായപ്പോ പലപ്പോഴും അദ്ദേഹം എന്നോട് സങ്കടം പറയാറുണ്ട്. അവര് മാതൃകാ ദമ്പതികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ കുടുംബ ജീവിതം അത്രമേൽ ആശ്വാസകരമല്ല എന്ന് മാത്രമല്ല, അവസാനം കാണാൻ നേരത്തിൽ ലൂക്കോച്ചൻ എന്നോട് പറഞ്ഞോ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, അവസാനം ആഗ്രഹമേ ഉള്ളൂ. എന്തേത് ചോദിച്ചപ്പോ എന്റെ ഹോസ്റ്റലിൽ എന്റെ സമ്പാദ്യം മുഴുവനും വിട്ട് ഞാൻ പഠിപ്പിച്ച മക്കള് എന്നെ ഒന്ന് ഡാഡി എന്ന് വിളിക്കാൻ, അവരുടെ വിളി കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. എന്റെ മക്കൾ എന്നെ അച്ഛാ എന്നൊന്ന് വിളിക്കുക പോലുമില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയിട്ട് തന്റെ മക്കളുടെ നാവിൽ നിന്ന് അച്ഛാ എന്ന് സ്നേഹത്തിന്റെ ഒരു വിളി കേൾക്കാൻ കഴിയാതെ കഴുത്തറുത്ത് അയാള് ആത്മഹത്യ ചെയ്യുമ്പോ ആ അച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഓൺലൈനിലൂടെ തങ്ങളുടെ പിതാവിന്റെ അന്തിമോപചാര കർമ്മങ്ങൾ കാണുന്ന മക്കളെ പേരെടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇനി നിങ്ങളെ ആരെയാണ് നിങ്ങൾ അച്ഛാ എന്ന് വിളിക്കുക? സഹോദരാ, ഇതാണ് ജീവിതത്തിൽ നമ്മുടെ നടുകുരിഞ്ഞു പോയത് എങ്ങനെയാ, നമ്മുടെ ഈ കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണുപ്പാ, നമ്മുടെ ഈ താടി നരച്ചത്, നമ്മുടെ നട്ടെല്ലിന് വേദന വന്നത്, നമ്മുടെ കാൽമുട്ടുകൾക്ക് നീര് വന്നത്, എല്ലാ ചുമടുകളും കുടുംബത്തിന്റെ ചുമടെടുത്ത് തലയിൽ വെച്ചു മക്കളെയും കുടുംബത്തെയും പോറ്റാൻ വേണ്ടി ഓടി നടന്ന് അവസാന രോഗങ്ങൾ മാത്രം ബാക്കിയാക്കിയ ജീവിതത്തിൽ നിലനിൽക്കുമ്പോ മനുഷ്യനെന്ന അവസാനത്തെ പ്രതിവിധിയായി അവൻ മരണത്തെ തിരഞ്ഞെടുക്കുന്ന കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, വ്യക്തമായ ബോധത്തോടെയും ബോധ്യത്തോടെയും കൂടി ദുനിയാവിൽ ജീവിക്കുകയും നമ്മുടെ മരണമെന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ആയുസ്, ആ ആയുസ് എപ്പോഴാണോ എത്തുക ആ സമയത്ത് പുഞ്ചിരിയോടെ വിട പറയാ. ഈ ദുനിയാവിൽ ലക്ഷ്യബോധത്തോട് സഞ്ചരിക്കണം. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സമ്പത്തിന് വേണ്ടി മാത്രമല്ല, അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം, അവന്റെ ഹബീബിന് വേണ്ടി ജീവിക്കണം. വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളിലൂടെ പെണ്ണെ കടന്നു പോകണം. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. അൽ ഹുദാ മുസ്ലിം യൂത്ത് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ പ്രവർത്തകരോട് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലത്ത് ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങള് പ്രാതിനിധ്യം വഹിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, എങ്ങനെയാണ് നന്നായി മരിക്കാൻ കഴിയുക. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളും മരണാസന്നനായി സക്കറാത്തിൽ കിടക്കുന്ന നേരത്ത് മുആദ് റളിയല്ലാഹു അൻഹു തന്റെ വേലക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണേ ഹൽ തലഅൽ ഫജ്റു, പ്രഭാതം വന്നു ഒന്ന് നോക്കുമോളെ. ആ വേലക്കാരി വെളിയിലോട്ട് പോയിട്ട് വന്ന് പറഞ്ഞു, ഇല്ല ഇല്ല, പ്രഭാതം വെളിവായിട്ടില്ലെന്ന് പറയവേ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു സമയപരിമിതി കൊണ്ട് 11 മണിയോടെ നമുക്ക് പിരിയേണ്ടതുണ്ട്. എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സന്ദേശമേതാ? മരണം എത്രമേൽ മനോഹരമാണെന്ന് പറയാൻ, മരണം മനോഹരമാകാൻ ജീവിതം അതിനേക്കാൾ അതിമനോഹരമാക്കണമെന്ന് പറയാൻ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി പടയുന്ന നേരത്തെ അത്ഭുതത്തിന്റെ ചരിത്രമാണിത്. മാനവറുകൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ പ്രഭാതം ജന്നത്തുന്നത് നരകത്തിലേക്കാണെങ്കിൽ ഈ പ്രഭാതത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. അല്ലാഹുവേ, ആരാ മുആദ് റളിയല്ലാഹു അൻഹു 34 വയസ്സാണ് പ്രായം. അൽ ഹുദയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഇവിടെ എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ കാലത്തിന്റെ ക്ഷുഭിത യൗവനത്തിനോട് ഈ കാണുന്ന ആരുടെയൊക്കെയോ ആരാചാര്യകളുടെ പുറകിൽ പോയി ആമാശയത്തെ പണയം വെച്ച് ആശയങ്ങളെ വലിച്ചെറിഞ്ഞ് നിരീശ്വരവാദത്തിന്റെ, യുക്തിവാദത്തിന്റെ, ഭൗതികവാദത്തിന്റെ, സന്ദേഹവാദത്തിലൂടെ നടന്നു പോകുന്ന, ദൈവമില്ലെന്ന് വാദിക്കുന്ന, ദീനനെ പരിഹസിക്കുന്ന ക്ഷുഭിത യൗവനമേ, നിങ്ങൾക്കറിയുമോ ഇത് ചെഗുവേരയുടെ കഥയല്ല, ഇത് അലക്സാണ്ടറിന്റെ കഥയല്ല, ഇത് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ
ഓണപ്പാട്ടിന്റെ കഥയല്ല. 34ാമത്തെ വയസ്സിൽ ലോക വസന്തത്തിന്റെ നിഴലോല നടന്ന് ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ നിന്ന് ആത്മീയ അറിവുകൾ കരസ്ഥമാക്കിയ ഇൽമുഹും ബൈനൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഹറാമ ഹലാലുകളെ കുറിച്ച് വലിയ അറിവുണ്ടായിരുന്ന മഹാപണ്ഡിതനാണ്. മോനെ 65 വയസ്സല്ല 34 വയസ്സ് പ്രായം, യൗവനത്തിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ക്ഷുഭിത യൗവനത്തിന്റെ വികാര വിക്ഷുബ്ധതകളുടെ വിചാരധാരകളെ കീഴടക്കുന്ന കാലം. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിൽപ്പെടയാ. മാനവരകൾ പറയുന്നു, അല്ലാഹുവേ അല്ലാഹുവേ വല്ലാഹി മാ കുന്തു ഉഹിബ്ബുൽ ഹയാ. പടച്ചവനെ, ഈ ദുനിയാവിൽ ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെട്ടത്, ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഈ ദുനിയാവിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, ആടാനും പാടാനുമല്ല, ഓടാനും ചാടാനുമല്ല. ഒരു യൂട്യൂബിന്റെ ചാനൽ ഉണ്ടെങ്കിൽ, ഒരു ടിക്ടോക്ക് ഉണ്ടെങ്കിൽ, ആടിത്തിമറിക്കുന്ന പെങ്ങളെ, ആടിത്തിമറിക്കുന്ന യൗവനമേ, എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നില്ല പ്രബോധകന്മാർ അതിനെക്കുറിച്ച് പറയുമ്പോ ആക്ഷേപഹാസ്യത്തോടെ തിരിച്ചു പ്രതികരിക്കുന്നവരോട് 34ാമത്തെ വയസ്സിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ പറയുകയാണ്, വല്ലാഹി മാ കുന്തു ഉഹിബ്ബുൽ ഹയാ. മരണനേരത്തെ 34 വയസ്സുകാരന്റെ വിലാപം ഭാര്യയെ കുറിച്ചല്ല, മക്കളെ കുറിച്ചല്ല, സമ്പത്തിനെ കുറിച്ചല്ല, അരുമക്കിടാങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടല്ല. അല്ലാഹുവേ അല്ലാഹുവേ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, മാ കുന്തു ഉഹിബ്ബുൽ ഹയാ. ഞാൻ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം ആടാനും പാടാനുമല്ല. ആടിക്കോളൂ പാടിക്കോളൂ, ആർക്കാണ് ഛേദം ഇവിടെ? പണ്ഡിതന്മാരതിനെ പ്രതികരിക്കുമ്പോ, ആക്ഷേപഹാസ്യത്തിലൂടെ ഭർത്താവും ഭാര്യയും കൂടി തിരിച്ചു പ്രതികരിക്കുമ്പോ, ആക്ഷേപഹാസ്യത്തിലൂടെ ഭാര്യയോടുള്ള ആ സമീപനത്തെ വെളിവാക്കി യൂട്യൂബർമാരോട് നിങ്ങളോട് ആര് പറയാൻ വരുന്നു? അല്ലാഹു പറഞ്ഞത് ഫദറുഹും, അവരെ വിട്ടേക്ക് നബിയേ. യഹൂദു അവര് കളിക്കട്ടെ, വയല്ലബു അവരാടി തിമിർത്ത് കളിക്കട്ടെ. ഏതുവരെയാണ് ഈ ചാട്ടം? ഏതുവരെയാണ് ഈ ആട്ടം? ഏതുവരെയാണ് ഈ സൗന്ദര്യത്തിന്റെ പ്രദർശനം? എത്ര നാളാണ് പെണ്ണ് ഫിൽറ്റർ ഇട്ടിട്ടുള്ള ഈ ആട്ടം? ഏതുവരെ എന്നറിയുമോ? ഞാൻ അവരോട് മുന്നറിയിപ്പ് നൽകിയ ഒരു ദിവസമുണ്ട്. ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന, താടച്ചമ്പിന്റെ തറയിൽ നിൽക്കുന്ന ഖഹ്ഖാറായ റബ്ബിന്റെ മുമ്പ്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പ്, മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ മുമ്പ്, എന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വരുന്നത് വരെ, അതുവരെ ആടട്ടെ പാടട്ടെ. ഫദറുഹും, അവരുടെ കാര്യം അവര് നോക്കട്ടെ, അവരെ കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർ, MBBS പഠിക്കുന്നവർ, ഇന്നലെ രാത്രി ഞാൻ ഈ സമയത്ത് ബാംഗ്ലൂർ നഗരത്തിലാണ്. ആ ബാംഗ്ലൂർ നഗരത്തിലൂടെ പോകുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല, ഈ കേരളക്കാരായ മലയാളികളായ പെൺകുട്ടികൾ പാതിരാവിനെ പകലാക്കി ബോയ് ഫ്രണ്ടുകളുടെ കൂടെ ആടിത്തിമിർത്തുന്ന കാഴ്ചകളുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോ, ഇതൊക്കെ ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? ഇത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? പണ്ഡിതന്മാരെന്തിനു പറയണമെന്ന് ചോദിച്ചാൽ, ഏതുവരെയാണ് പെണ്ണ്? ഏതുവരെയാണ് ചെറുപ്പക്കാരാ? ഈ ആട്ടത്തിനൊരവസാനമുണ്ട്. പാനിപ്രപ്പള്ളിയുടെ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടി നിനക്ക് തണലിടുന്നത് വരെ, പള്ളിയിലെ മുക്കിലേക്കാക്ക പലക നിരത്തുന്നത് വരെ, 3 പിടി മണ്ണ് മാറിയിട്ട് ആളുകൾ തിരിച്ചു പോകുന്നത് വരെ, നിന്റെ മുമ്പിൽ തൽക്കീനോതുന്നത് വരെ, ഏതുവരെയാണ് ഈ ആട്ടം? ഏതുവരെയാണ് ഈ ചാട്ടം? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി മണ്ണിട്ട് മൂടുന്നത് വരെ. അപ്പോഴാണ് നീ നിലവിളിക്കുന്നത്, ആരുമില്ലല്ലോ റബ്ബേ, ആരുമില്ലല്ലോ റബ്ബേ, ആരുമില്ലല്ലോ റബ്ബേ. മഹാനായ അംറു ബിൻ ആസ്
റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് നിഴല് പോലെ നിന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ ജാജ്വലമായ ഒരു അധ്യായത്തെ തുന്നിച്ചേർത്ത മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സക്കറാത്തിന്റെ വേദനയിൽ പിടയുന്ന നേരത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇദാ അനമിത്തു, ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഫലാ തസ്ഹബനീ നായിഹാ, അലമുറയിട്ട് കരയുന്ന പെണ്ണുങ്ങളെ എന്നെ മയ്യത്തിന്റെ അടുത്ത് കൊണ്ടുവരരുത്. ആ കാലത്തൊരാണ് മരിച്ചു പോയാൽ വാടകയ്ക്ക് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കരയിപ്പിക്കുന്ന ഏർപ്പാടുണ്ട്. ഞാനെങ്ങാനും മരിച്ചു പോയാൽ വീട്ടുകാരെ, കൂട്ടുകാരെ, ഫലാ തസ്ഹബനീ നായിഹാ, അലമുറയിട്ട് കടയുന്ന പെണ്ണുങ്ങളെ എന്റെ അടുത്ത് കൊണ്ടുവരരുതേ, വലാനാർ, തീയും എന്റെ മുമ്പിൽ കൊണ്ടുവരരുതേ എന്ന് വസിയത്ത് ചെയ്തിട്ട് തന്നെ മക്കളോടും കൂട്ടുകാരോടും പറയുന്നുണ്ട്. നിങ്ങളെല്ലാം ഫസന്നു അലയ്യ തുറാബ സന്നാ, കബറിലേക്ക് വെച്ചിട്ട് നിങ്ങൾ എന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിട്ടാൽ, നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് പിടിമണ്ണ് വാരിയിട്ട് എല്ലാവരും കൂടി എന്നെ കബറിൽ അടക്കി കഴിഞ്ഞാൽ, കബറിൽ അടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കൽ നിന്ന് പോവരുതേ. ഒരൽപ്പനേരം എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ഒരു ഒട്ടകത്തെ അറുത്തിട്ടതിന്റെ ഇറച്ചി വിതരണം ചെയ്യുന്ന സമയത്തിന്റെ അത്രയും നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കലൊന്ന് നിൽക്കണേ. ഞാൻ അതിന്റെ അകത്തിരുന്ന് നിങ്ങളെ കൊണ്ട് ആശ്വാസം അണിയിക്കട്ടെ. ഞാൻ ആ കബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്. ഒരൊട്ടകത്തെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി വിതരണം ചെയ്യണ സമയം വരെ എന്നെ കബറിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കണേ. കബറടക്കിയാൽ ഉടനെ എന്നെ ഒറ്റക്കാക്കി പോവരുതേ. മുകളിൽ എന്റെ മോളുണ്ട്, മുകളിൽ എന്റെ മോളുണ്ട്. എന്റെ കബറിന്റെ മുകളിൽ എന്റെ പ്രിയപ്പെട്ടവളുണ്ട് എന്ന ഒരാശ്വാസത്തിന് ഞാൻ ഇവിടെ കിടക്കട്ടെ. ഒരു ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി പാകം ചെയ്യുന്ന, അതിന്റെ ഇറച്ചി വിതരണം ചെയ്യുന്നത് വരെ കബറിന്റെ അടുക്കൽ നിൽക്കുമെന്നാണ്. ആര് നിൽക്കും സഹോദരങ്ങളെ? സമ്പാദ്യത്തെ എണ്ണി പറഞ്ഞവരെ ആരാണ് നിൽക്കുക? അസറായപ്പെടേ തുടങ്ങി, കുടി തീരാറായോ എന്ന് പറഞ്ഞാൽ കുടി തീരാതെന്നല്ല പ്രശ്നം. ഇനി വാപ്പാനെ വീട്ടിൽ വെച്ചേക്കാൻ പറ്റില്ല, വാപ്പ നാറാൻ തുടങ്ങി. ഇനി ഉമ്മാന്റെ മയ്യത്ത് വീട്ടിൽ പറ്റൂല, നാറാൻ തുടങ്ങി. കുടി തീരാറായോ, കുടി തീരാറായോ, കുടി തീരാറായോ? കുടി തീരാനല്ല, വീട്ടിലെ ദുർഗന്ധം ഒഴിവാക്കാനാണ്. മോളെ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ വീട്ടിലെ മെത്തയും വിട്ടു പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചെളിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഒരൽപ്പനേരം മരണമോർക്ക് ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല. കുറെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ കാണുമ്പോ കൽബിനെ ഒന്ന് ശുദ്ധിയാക്കി, കണ്ണിനെ ഒന്ന് കരഞ്ഞ് ശുദ്ധമാക്കി നമുക്ക് പോവാം. ഈ വെള്ള തുണി പുതച്ചു പോകുന്ന പുതിയാപ്ലയുടെ ശരീരത്തേക്ക് വരുന്നവരാണ്. മയ്യത്തിനേക്കാൾ വലിയ പുതിയാപ്ലയാര്? പടപടാ പളക്കുന്ന വെള്ള തുണി. ഒരഴുക്ക് വെച്ചാൽ ആ തുണി അങ്ങ് മാറ്റും. ഒരടുക്കും പറ്റാത്ത 3 കഫൻ തുണി, കണ്ണില് സുറുമ, കവിളില് കർപ്പൂരം, മജുമയുടെ അത്തർ എല്ലാം പൂശി പുതിയാപ്ല പോവുകയാണ്. എവിടേക്കെന്നറിയോ? 6 അടി മണ്ണിന്റെ പുതിയാപ്ല. ആ പുതിയാപ്ലയെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ മുകളിലേക്ക് വന്ന് വീടുന്നതേതാണ്? വീട്ടിലെ മെത്തയും വിട്ട് പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചെളിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇങ്ങനെ ചേലില് പോയി മലന്ന് കിടക്കുമ്പോ അത്തറ പൂശിയ പുതിയാപ്ലേ, കർപ്പൂരം വെച്ച പുതിയാപ്ലേ, നിന്റെ മേലേക്ക് വരുന്നത് കല്ലും മണ്ണുമാണ്. ആരാണ് വാരിയിടുന്നത്? നിന്റെ മക്കൾ. എന്റെ വാപ്പാന്റെ ശരീരത്തിൽ ഒരു തടി മണ്ണ് പറ്റിയാൽ അവന്റെ കാല് വെട്ടുമെന്ന് പാനിപ്രങ്ങാടിയിൽ വെല്ലുവിളിച്ച മക്കൾ. ആ മക്കളാണ് വാപ്പയുടെ മേലേക്ക് കല്ല് വാരിയെറിയുന്നത്. കവി പറയുകയാണ്,
ഈ ദുനിയാവിന്റെ നിയമം കണ്ടപ്പോ എനിക്ക് ചിരി വരികയാണ്. മർണതന്തക്കിസീനേന പൂച്ച, ഞാൻ മരിക്കുന്നത് വരെ ഒരൊറ്റ ഒരുത്തനും എന്നെ കുറിച്ച് ചോദിച്ചിട്ടില്ല. വീട്ടിൽ തളർന്നു കിടന്നപ്പോഴും ഒരുത്തനും എന്നെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ പൈതം വെള്ളം കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, നിനക്ക് സുഖമുണ്ടോ? ഞാൻ വീട്ടിൽ തളർന്നു കിടന്നപ്പോ ഒരൊറ്റ ഒരുത്തനും എന്നെ കുറിച്ച് മർണതന്തക്കിസീനേന പൂച്ച, ഒരൊറ്റ ഒരുത്തനും എന്നോട് ചോദിച്ചില്ല. പക്ഷേ പൈതം മറിനേക്കും മയ്യത്തുക്കുമേരി, ഞാൻ മരിച്ചെന്നറിഞ്ഞപ്പോ എല്ലാരും ഓടി വന്നു. ലോക സർപ്പേ ഉടായേ ഹുയേതേ, അവരെല്ലാരും കൂടി എന്നെ തോളിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ജീവിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്തവൻ മരിച്ചു കഴിഞ്ഞപ്പോ തോളിലേറ്റിക്കൊണ്ടു പോണു. ഇതെന്ത് നിയമമാണ് ഈ ദുനിയാവ് എന്ന് കവി പറയുന്നത് പോലെ, സഹോദരാ, മണ്ണിട്ട് മൂടിയാൽ ഒട്ടകത്തിന്റെ ഇറച്ചി പാകം ചെയ്ത് പറ്റിക്കുന്നത് വരെ നമ്മുടെ മക്കള് നമ്മുടെ കബറിന്റെ അടുത്ത് നിൽക്കോ? മനുഷ്യന്മാരെ ഉണ്ടെങ്കിലെന്ന് പറയില്ല, തീർന്നു, മരിച്ചോ, തീർന്നു. ആരുണ്ട്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പോവല്ലേ, ഒരൊട്ടകത്തിന്റെ ഇറച്ചി അറുത്ത് വിതരണം ചെയ്യണവരെ എന്റെ കബറിന്റെ അടുക്കൽ നിങ്ങളൊന്ന് നിൽക്കണേ. ഇവിടെയാണ് മോളെ ഒരു ഹാഫിളായ മോൻ വേണം, ഒരാലിമായ മോൻ വേണം. എന്റെ കട്ടപ്പെട്ട് പഠിപ്പിച്ച എന്റെ ഉമ്മയാണിത്, എന്റെ ഉമ്മച്ചിയാണിത്. ഒരു യാസീനു നിന്ന നേരം നമ്മുടെ മക്കള് നമ്മുടെ മീസാങ്കല്ലിന്റെ ചോട്ടിലുണ്ടാകുമോ? അതില്ലെങ്കിൽ പിന്നെ എന്തിനവൻ അമ്മിഞ്ഞപ്പാല് കൊടുത്തു? എന്തിനവനെ കട്ടപ്പെട്ട് വളർത്തി? എന്തിനാണ് ഈ മരണവേദന സഹിച്ചു വളർത്തിയത്? അള്ളാഹു നമ്മുടെ മക്കളെ മരിച്ചു കഴിഞ്ഞാൽ മറക്കാത്ത മക്കളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് ഖബറിലേക്ക് പോകുന്ന നന്മകൾ തരട്ടെ. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ 3 കാര്യം ജീവിതത്തിൽ ചെയ്യണേ, എന്നാൽ മരണം മനോഹരമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരുമില്ലാത്ത ലോകത്ത് പ്രയോജനം ചെയ്യുന്നത് സദഖകളാണ്. വേറെ പിരിവൊന്നും ഈ സദസ്സിലില്ല. ഈ സംഘാടകരായ യുവാക്കള് ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. ഒരു നല്ല സദഖ ചെയ്തേക്കണേ. ആ സദഖ ഖബറിലെ ഏറ്റവും വലിയ പാരിതോഷികമാണ്. അല്ലാ ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വല്ലല്ലാഹു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് കൂടി. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു സ്വീകരിക്കട്ടെ. എനിക്ക് കത്ത് വന്നിട്ടുണ്ട് 12 മണി വരെ പറയുമോ. ഞാൻ വിചാരിച്ചെന്നറിയോ, എത്രയും വയ്യാതെ കഫക്കെട്ടും പനിയായിട്ട് 3 ദിവസം ഞാൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ബാംഗ്ലൂർ പോയി. അപ്പൊ ഈ അവശത ഇടയ്ക്ക് സൗണ്ട് കട്ടാവും. അപ്പൊ ഈ അവശത കണ്ടിട്ട് എന്നാ പിന്നെ ഉസ്താദ് എന്നാ ഉസ്താദ് വാക്കവി നേരത്തെ നിർത്തിക്കോളി എന്ന് പറയുന്ന വിചാരിച്ചിരിക്കും. നാളെ ഞാൻ ദുബൈയിലേക്ക് പോവാണ്. അപ്പൊ ആ യാത്രയുണ്ട്. ഇവിടെ നേരെ പോയിട്ട് എയർപോർട്ടിൽ പോകും. അപ്പോൾ പറയണ 12 മണി വരെ പറയാം. അള്ളാഹു നമുക്ക് ആഫിയത്ത് ആരോഗ്യം തരട്ടെ. അള്ളാഹുവിന്റെ ദീൻ പറയാനുള്ള ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യണം. അതുകൊണ്ട് സഹോദരിമാരെ, ജീവിതം മരണം മനോഹരമാവാനുള്ള ഒരേ ഒരു വഴി ജീവിതം മനോഹരമാവല. അല്ല, അതിന് വേറൊരു കുറുക്കുവഴിയൊന്നുമില്ല. മരിക്കുമെന്ന ബോധ്യം ഉണ്ടാകുക, മരണമുണ്ടാകുമെന്ന ഒരു ബോധ്യം ഉണ്ടാകുക. ആ ബോധ്യം മതി, വേറെ എന്തുണ്ടാവാൻ.
കേരളത്തിലെ അതിപ്രശസ്തകനായ ഒരു പ്രബോധകൻ ഒരു വലിയ സമ്പന്നനായ മനുഷ്യനോട് പ്രബോധനം ചെയ്യാൻ പോയൊരു സംഭവം. UAE-യിലെ ദുബൈ നഗരത്തിലെ അദ്ദേഹത്തിന്റെ വലിയ ബിസിനസ് ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്നു അദ്ദേഹം. ധാരാളം പ്രൈവറ്റ് സെക്രട്ടറിമാരുമായി തിരക്കിന്റെ ഇടയിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്, എനിക്ക് നിങ്ങളുടെ MD-യോട് ഒരല്പനേരം സംസാരിക്കണം. PA പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല, ബിസിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് കിട്ടിയാൽ മതി. അദ്ദേഹമാണെങ്കിൽ റിവോൾവിംഗ് ചെയറിൽ സമശീതോഷ്ണ ഉപാധി വെച്ച് ഇങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമായി ബിസിനസ് ഇങ്ങനെ സംസാരിക്കുക. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു 10 മിനിറ്റും ഇല്ല. അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു 5 മിനിറ്റ് മതി. പോയിട്ട് വന്നിട്ട് പറഞ്ഞു അതിന് സാധ്യമല്ല. അവസാനം ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു 2 മിനിറ്റ് കിട്ടിയാൽ മതി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ. അവര് വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു സാധ്യമല്ല, നിങ്ങളോടല്ലേ പറഞ്ഞ പോവാൻ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. പള്ളിയിലെ പിരിവിന് പോകുമ്പോൾ മുതലാളിയുടെ ഒരു വ്യഗ്രത ഉണ്ടല്ലോ എന്ന മാതിരി. അവസാനം ഈ മനുഷ്യൻ വേറൊന്നും ആഗ്രഹിച്ചു വന്നല്ല. അദ്ദേഹം പറഞ്ഞു എന്നാൽ 1 മിനിറ്റ് എനിക്ക് തരാൻ പറയൂ. ചോദിച്ചോ പറഞ്ഞു സാധ്യമല്ല, MD വലിയ ബിസിനസ് മീറ്റിംഗിലാണ്. ആ മനുഷ്യൻ പോകാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു എനിക്കൊരൊറ്റ വാക്കേ പറയാനുള്ളൂ, അത് പറഞ്ഞിട്ട് നമുക്ക്. അവസാനം ഇയാള് തൂത്താലും തുടച്ചാലും പോകില്ല എന്ന് കരുതിയപ്പോ മുതലാളി പറഞ്ഞു എന്നാ പിന്നെ എന്താ വന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്, ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, പറഞ്ഞിട്ട് പോകാൻ പറയാം. അദ്ദേഹം വാതിൽ തുറന്നകത്ത് കയറി ശീതീകരിച്ച റൂമിൽ റിവോൾവിംഗ് ചെയറിൽ തന്റെ സെക്രട്ടറിമാരോടൊത്ത് കോടികളുടെ ബിസിനസിന്റെ കഥ കൂട്ടിക്കൊണ്ടിരുന്ന ആ മനുഷ്യന്റെ അടുത്ത് നിന്നു. ഈർഷ്യതയോടെ ആ പണ്ഡിതന്റെ മുഖത്തേക്ക് ആ കോടീശ്വരൻ നോക്കി എന്താ പറയാനുള്ളത്. റിവോൾവിംഗ് ചെയറിൽ കറങ്ങിക്കൊണ്ട് ടോട്ടും കയ്യുമിട്ട് പുച്ഛത്തോടെ ചോദിച്ച അദ്ദേഹത്തിന് നേരെ മുമ്പിൽ ചെന്ന് തന്റെ മുഖത്തെ അയാളുടെ കണ്ണിലേക്ക് നോക്കി ആ മനുഷ്യൻ പറഞ്ഞു, ഒരു ദിവസം നീ മരിക്കും. ഇത് പറയാനാണ് ഞാൻ വന്നത്. ആ ഒറ്റ വാക്ക് പറഞ്ഞു. തിരിച്ചറിഞ്ഞു. റിവോൾവിംഗ് ചെയറിന്റെ കറക്കം നിലച്ചു. ആ മനുഷ്യന്റെ ഹൃദയം പടഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ അതയാളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. ആ ചെയറിന്റെ കറക്കം നിറച്ചു. ആ മനുഷ്യൻ പറഞ്ഞു അദ്ദേഹത്തെ വിളിക്ക്. നെറ്റിത്തടം വിയർത്തു, വേപടിച്ചു, നീ മരിക്കും. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. പിന്നീട് അവർ മണിക്കൂറുകളോളം അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ മണിക്കൂറുകളോളം സംസാരിച്ചു. ആ സംസാരം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായി. പിന്നീട് അദ്ദേഹം തന്റെ സമ്പാദ്യം കൊണ്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ 100കണക്കിന് പള്ളികൾ നിർമ്മിച്ചു കൊടുത്തു. ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആ കോടീശ്വരൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ നല്ല നീണ്ടത് വന്ന് കിടക്കുന്ന വെള്ളിരോമം പോലെയുള്ള വെള്ളത്താടിയും ധരിച്ച് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആളുകൾ പറഞ്ഞു അദ്ദേഹം മരിച്ചു കിടക്കല്ല, അയാൾ ചിരിച്ചോണ്ട് കിടക്കാണ്. എന്റെ പൊന്നു സഹോദര സഹോദരി, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോ, 11-ഓ 12-ഓ എന്നുള്ളതല്ല, നീയോ മരിക്കുമെന്ന ഒരൊറ്റ വാക്ക്, പെണ്ണേ നീ മരിക്കും. നിന്റെ ഈ ചെഞ്ചുണ്ടുകൾ ചിതലുകൾ കടിച്ചു പറിക്കും. നിന്റെ ഈ ആപ്പിള് പോലെ തുടുത്ത കവിളത്തേക്ക് പുഴുക്കൾ അരിച്ചു കയറും. പള്ളിക്കാട്ടിലും മണ്ണ് ചോർക്കുമ്പോ മരണം മനോഹരമാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഈ ജീവിതം മനോഹരമാക്കലാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കുന്തു ഉഹിബ്ബുൽ ഹയാ, ഞാൻ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടാൻ കാരണം ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളല്ല, ആടുത്തുമെടുത്ത് കിടക്കാനല്ല. അല്ലാഹുവേ, ഈ ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടത് വലിയ വലിയ പൂന്തോട്ടം ഉണ്ടാക്കാനല്ല, വലിയ അരുവികൾ ഉണ്ടാക്കി, വലിയ മന്ദിരങ്ങൾ ഉണ്ടാക്കി, അതിന് മുമ്പിൽ പൂന്തോട്ടമുണ്ടാക്കി, ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൃത്രിമാരുവികൾ ഉണ്ടാക്കി ആർഭാടത്തോടെ ജീവിക്കാനല്ല ഞാൻ ഈ ജീവിതത്തെ ഇഷ്ടപ്പെട്ടത്. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരത്തെ പറയാണ് ഞാൻ ഈ ദുനിയാവിലേക്ക് വന്നത്. വലിയ വലിയ ആഡംബര വീടുകൾ ഉണ്ടാക്കി, അവിടെ ലാൻഡ്സ്കേപ്പ് നടത്തി, അരുവികൾ നടത്തി,
എന്റെ സമ്പത്തിന്റെ പളവളപ്പ് കാണിക്കാനില്ല. എന്റെ മകളുടെ ആഡംബര കല്യാണം നടത്തി തോണിയില് ഭക്ഷണം വിളമ്പി ധൂർത്തുകളെ കാണിച്ച് ഞാൻ വലിയവരാണെന്ന് പറയാനല്ല. ഉമ്മത്ത് മുസ്ലിമയുടെ ഏറ്റവും വലിയ അപകടമേനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് സുന്നത്താണെന്ന് പറഞ്ഞ നിക്കാഹിനെ അവനവന്റെ ആർഭാടത്തിന്റെ അഹങ്കാരത്തിന്റെ വേദിയാക്കിയതാണ്. പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും, പറയാതിരിക്കില്ല. സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്താണ്. സുന്നത്തി, എന്റെ സുന്നത്തിനെ ആര് അവഹേളിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. നാളെ പരലോകത്ത് കാണുമ്പോ തെമ്മാടികളെ മാറി നിൽക്കട എന്ന് ഞാൻ അവനോട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ സുന്നത്തായി പറഞ്ഞ വിവാഹങ്ങളിൽ ആട്ടും പാട്ടങ്ങളുമായി ആണും പെണ്ണുമായി പാവപ്പെട്ട മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പെരുമ്പാവൂരങ്ങാടിയുടെ ഹോട്ടലിന്റെ പുറകിൽ മനുഷ്യൻ വലിച്ചെറിഞ്ഞ ഉച്ചിട്ടത്തിന് വേണ്ടി തെരുവ് പട്ടികളുടെ കൂടെ കടിപിടി കൂടുന്ന 100 കണക്കിന് യാചകന്മാര് പട്ടിണിയോടെ ജീവിക്കുമ്പോ വലിയ തോണികളിൽ ഭക്ഷണം വിളമ്പി ആർഭാടത്തിന്റെ പേര് പറഞ്ഞ് കല്യാണത്തിന്റെ തലേ ദിവസം ആടുമാടുകളുടെ ഇറച്ചിയും ഭക്ഷണവും കുഴിയെടുത്ത് ജെസിബിക്ക് കുഴിയെടുത്ത് കുഴിച്ചു കൂടുന്ന നിയന്ത്രണമില്ലാത്ത കല്യാണങ്ങൾ പുതിയ ആപ്പിള എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോ കാണിക്കുന്ന പേക്കൂത്തുകൾ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപകടമായി മാറുകയാണ്. എന്റെ പൊന്നുമോനെ ചെറുപ്പക്കാരാ, 34ാമത്തെ വയസ്സിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു എന്ന യുവത്വം പറയാ, ഞാൻ ഈ ദുനിയാവിലേക്ക് വന്നത് വലാലി ഗറസിൽ അശ്ജാർ വലാലി ജരിൽ അൻഹാർ വലാലി ബിനാഇൽ ഖുസൂർ, വലിയ വലിയ വീട് വെച്ച് അരുവികൾ ഉണ്ടാക്കി ആനന്ദം കൊള്ളാനല്ല. ആരാ പറയുന്നത്? 34ാമത്തെ വയസ്സിൽ ശുഭിത യൗവനത്തിന്റെ നടുവിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മരണത്തിൽ പെടയാ. എന്താ കാരണമെന്നറിയോ? പ്ലേഗ് രോഗം വന്നിട്ട് ആ പ്ലേഗ് രോഗത്തിന്റെ ഫലമായി കയ്യിൽ നിന്ന് മാംസം ഇങ്ങനെ മുറിഞ്ഞു മാറി വലിയൊരു മുറിവായി പ്ലേഗ് വന്നിട്ടാണ് മഹാനവറുകൾ മരണപ്പെടുന്നത്. പ്ലേഗ് വന്ന് ശരീരത്തിന്റെ കയ്യിലെ മാംസമൊക്കെ അങ്ങ് ഉരിഞ്ഞു മാറി വേദനയിൽ കിടന്ന് പെടയുമ്പോ സഹാബത്തുകൾ വിവരമറിഞ്ഞിട്ട് വന്നിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മുആദ്, പ്ലേഗ് വന്ന് മുറിവില് വേദന കൊണ്ട് പിളയുമ്പോ മുആദ് അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ, വിഷമിക്കണ്ട, ഈ രോഗ ശിഫയായിക്കൊള്ളുമെന്ന് സഹാബത്തുകളെ ആശ്വസിപ്പിക്കുമ്പോ 34ാമത്തെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വേണ്ട വേണ്ട, എന്റെ രോഗ ശിഫയാവണ്ട, വല്ലാഹി ഖദ് മലൽതു ഹയാതി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഈ ജീവിതം മടുത്തു കഴിഞ്ഞു. 34 വയസ്സായുള്ള 60 70 യുവാക്കളെ, ഞാൻ എന്റെ ജീവിതം മടുത്തു. വല്ലാഹി ഖദ് മലൽതു ഹയാതി, ഈ ജീവിതത്തെ ഞാൻ മടുത്തു കഴിഞ്ഞു. അല്ലാഹുമ്മ യുബാരിക് യുബാരികു ഫിൽ ഖലീൽ വയുകല്ലിലുൽ കബീർ, ചെറുതിനെ വലുതാക്കുന്നവനെ അല്ലാഹുവേ എന്റെ രോഗത്തെ വലുതാക്കിക്കോളൂ. ആരെങ്കിലും പറയോ ക്ഷമിക്കണ്ട ക്ഷമിക്കണ്ട, എന്റെ രോഗം വലുതാവട്ടെ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കട്ടെ, ഈ ദുനിയാവ് എനിക്കും മടുത്തു കഴിഞ്ഞു. എന്റെ സിദ്ദീഖ് പോയി, എന്റെ ഫാറൂഖ് പോയി, എന്റെ ഉമർ പോയി, എന്റെ ഉസ്മാൻ പോയി, എന്റെ പ്രിയപ്പെട്ട എന്റെ ഹബീബും പോയി, ഇനി ഞാൻ ആരെ കാത്തിട്ടാണ് ഇവിടെ കിടന്നലയുന്നത്? എന്റെ ഫാറൂഖ് കൂടെ ഇല്ലല്ലോ, എന്റെ ഉമർ റളിയല്ലാഹു അൻഹു പോയല്ലോ, എന്റെ സിദ്ദീഖുൽ അക്ബർ പോയല്ലോ, എന്റെ കരളിന്റെ കസരമായ എന്റെ ഹബീബും പോയല്ലോ, ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ? പടച്ചവനെ, ഞാൻ എന്റെ ജീവിതം മടുത്തുപോയി അല്ലാഹ് എന്ന് പറഞ്ഞ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഇന്നി യുഹിബ്ബുൽ ഹയാത്ത്, ഞാൻ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടത് 3 കാര്യത്തിനാണ്. ഈ
ഈ കാര്യം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹുവേ, ഈ ദുനിയാവെനിക്ക് മനോഹരമായത് മൂന്ന് കാര്യമുള്ളത് കൊണ്ടാണ്, അതിലെ രസം കണ്ടത് കൊണ്ടാണ് 34 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും രസമായി തോന്നിയത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മുജാലസത്തുൽ ഉലമാഇ ബിഹൽഖി ദിക്രി. ദിക്റുകൾ ചെയ്യുന്ന സമയത്ത് ഉലമാക്കളുടെ കൂടെ ദിക്റിൽ പങ്കെടുക്കുക. എവിടെ ഒരു സലാത്ത് മജ്ലിസ് ഉണ്ടോ, എവിടെ ഒരു മജ്ലിസുൻ നൂറുണ്ടോ, എവിടെ ഒരു സലാത്ത് ഹൽഖയുണ്ടോ, അവിടെയെല്ലാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം മുജാലസത്തുൽ ഉലമാഇ ബിഹൽഖി ദിക്രി. ദിക്റുകൾ നടക്കുമ്പോ ഉലമാക്കളുടെ മധ്യത്തിലിരുന്ന് ദിക്ർ ചൊല്ലുക. ചാവക്കാട് പ്രദേശത്ത് ഈ വിനീതം പ്രസംഗിക്കാൻ പോയപ്പോ ഒരു ഉമ്മ പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭർത്താവ് വഫാത്തായത് വല്ലാത്തൊരു രോമാഞ്ചമുള്ള മരണമാ. ഭർത്താവിന്റെ മരണം ഭാര്യക്ക് രോമാഞ്ചമോ? അതേ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ മുരീദായിരുന്നു എന്റെ ഭർത്താവ്. മഹാനവറുകളുടെ ദിക്ർ സദസ്സിന് വെള്ളമുണ്ടെടുത്ത്, വെള്ള ഷർട്ട്, വെള്ള തൊപ്പി വിട്ട് നരച്ച താടിയും, ആ താടിയിലും മൈലാഞ്ചി പൂശി, അത്തരം പൂശി ഏത് സമയത്തും ദിക്റിലിരിക്കും. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്ർ ഹൽഖയിലിരിക്കുമ്പോ അവസാനം അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി, അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭർത്താവ് വലത്തോട്ട് തിരിഞ്ഞു. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ മടിയിലേക്ക് തലവെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞൊരു ചിരിയോടെ എന്റെ ഭർത്താവ് ആ ദിക്റിന്റെ മജ്ലിസിൽ മരിച്ചു വീണു. മോനെ, ആഭാസങ്ങൾക്കല്ല, ഗാനമേളകൾക്കല്ല, പൈശാചിക നടന നൃത്തങ്ങൾക്കല്ല, ചായവും ചമൽക്കാരവും ചേർത്ത ചാത്താണ്ട സദസ്സുകളിലല്ല. പിന്നെയോ ജീവിതത്തെ മനോഹരമാക്കണം. എന്നാൽ മരണവും മനോഹരമാകും. ജീവിതം അതിമനോഹരമാക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഏത് ദിക്ർ നടക്കുന്നുണ്ടോ, ഏത് വഅദ് നടക്കുന്നുണ്ടോ, ഏത് നന്മ നടക്കുന്നുണ്ടോ, അവിടെ ഞാൻ പങ്കെടുക്കാറുണ്ട്. 2, നല്ല ചൂടുള്ള നേരത്തെ എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കുക. അതെനിക്കൊരു ഹരമായിരുന്നു. എന്റെ ഹരം ബൈക്ക് റേസിംഗ് അല്ല, ഹിമാലയങ്ങളിലേക്കല്ല, മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല. എന്റെ ഹരമേതെന്നറിയോ? എനിക്ക് ഏറ്റവും ഹരം വളമയിൽ ഹവാജിരി. ചുട്ടുകൊള്ളുന്ന സൂര്യൻ തലയിലേക്ക് അടിക്കുമ്പോ നാവ് തളരുന്ന സമയത്ത് എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കുക. സഹോദര, ഈ റമളാനിലെ നോമ്പ് കഠിനമായ ചൂടുള്ള നോമ്പാണ്. അന്നത്തെ ദിവസം നോമ്പ് പിടിച്ചോളൂ. നല്ല ചൂടുള്ള കാലത്ത്, ഇപ്പൊ നല്ല ചൂടാണ്, ഇത് റജബിന്റെ മാസമാണ്, നന്നായി സുന്നത്ത് നോമ്പ് പിടിച്ചോളൂ. എനിക്ക് ഏറ്റവും രസം ചുട്ടുകൊള്ളുന്ന നേരത്തെ എന്റെ റബ്ബിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുക. 3, മുക്കാബദത്തുൽ ലൈലി. രാത്രിയിൽ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുക, ദിക്ർ ചൊല്ലുക, ചൂട് സമയത്ത് നോമ്പ് പിടിക്കുക, എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 3 ഹരമില്ലായിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുമായിരുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം മനോഹരമാക്കണം. എത്ര നേരം കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട്, എത്ര നേരം? 3 ദിക്റിൽ പങ്കെടുക്കുക, ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കുക, മുക്കാബദത്തുൽ ലൈലി. രാത്രിയിൽ നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക. മദീന പള്ളിയിൽ പോകുന്ന വഴിയിൽ കല്യാണം കഴിഞ്ഞ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുമ്പിൽ പോയി മുട്ടിയിട്ട് ചോദിച്ചു, ഫാത്തിമ, അലിയേ അബതുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? മോളെ ഫാത്തിമ, കല്യാണത്തിന്
കല്യാണത്തിന് മുമ്പ് നീ തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയാണ്, നീ നിസ്കരിച്ചിട്ടുണ്ടോ മോളെ എന്നൊരു വാപ്പ മണിയറയുടെ വാതിലിൽ കൊട്ട് മസ്ജിദുൻ നബവിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ പൊന്നുമോളുടെ വീട്ടിൽ വിളക്ക് തെളിഞ്ഞിട്ടില്ല. മനസ്സിലായി. വാപ്പ വിളിച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് പുതപ്പിന്റെ അടിയിൽ പോയി. നമ്മൾ സുബഹിക്ക് പോകുമ്പോ മക്കളെ സുബഹിക്ക് വിളിച്ചാല് വാപ്പ പോയാല് പിന്നെയും കമ്പിളി പുതപ്പിന്റെ അടിയിൽ കയറുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടുമ്പോ എന്റെ കടമ കഴിഞ്ഞു, ഇനി എനിക്ക് നോക്കണ്ടെന്നില്ല ഉപ്പ. നേരെ വന്ന് ഫാത്തിമ ബീവിയുടെ വീടിന്റെ അവിടെ വന്ന് വിളക്ക് തെളിഞ്ഞിട്ടില്ല. ഒതുവെടുക്കുന്ന വെള്ളം താഴോട്ട് വീടുന്ന ശബ്ദവും കേൾക്കുന്നില്ല. മദീന ഉറങ്ങുന്ന ഒരു പുണ്യപ്രഭാതത്തിന്റെ അരുണകിരണങ്ങൾ കാതോത്ത് നിൽക്കുന്ന ഒരു പൊൻപുലരിയിൽ തന്റെ മോളുടെ വീടിന്റെ മണിയറ വാതിലില് രണ്ടാമതും മുട്ടി ഫാത്തിമ അലിയെ കുമാ ഫസല്ലയാ വലൗ റകഅതൈനി ഖബലൽ ഫജ്രി. അലിയെ ഫാത്തിമ കുമാ എഴുന്നേൽക്ക്, ഫസല്ലയാ നിസ്കരിക്ക്, വലൗ റകഅതൈനി ഖബലൽ ഫജ്രി. തഹജ്ജുദിന്റെ സമയം കഴിഞ്ഞു മോളെ, സുബഹിന്റെ ബാങ്ക് വിളിച്ചു മോളെ. അതുകൊണ്ട് വലൗ റകഅതൈനി ഖബലൽ ഫജ്രി, സുബഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്തെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്ക്. മകളുടെ വാതിൽ തട്ടി ഉപ്പ പറഞ്ഞിട്ടുണ്ടോ, ഉപ്പ പറഞ്ഞിട്ടുണ്ടോ ഉപ്പ. നമ്മുടെ ഈ പെൺമക്കളെ തോന്നുന്ന വഴിക്ക് വിട്ടിട്ട് നമ്മൾ പർദ്ദയും ഇട്ടിട്ട് നടന്നാൽ മതിയോ? നമ്മൾ ഹിജാബ് ഇട്ടിട്ട് നടന്നാൽ മതിയോ? നമ്മുടെ പെൺമക്കൾ അവര് തോന്നുന്നത് പോലെ മണിയറ വാതിലിൽ മുട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. തന്റെ ഭാര്യയുടെ പിതാവ് അങ്ങനെ കരുത്. മണിയറ വാതിലിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. മരുമകൻ എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ പരാതിയായി മനുഷ്യാവകാശ ലംഘനം. മോളെ കല്യാണം കഴിച്ചു തന്നിട്ട് ആ മോളുടെ വാപ്പ വന്ന് മണിയറയുടെ വാതിൽ സുബഹിക്ക് മുമ്പിൽ മുട്ടി. ഈ കിളവൻ എന്തോ അസുഖമുണ്ട്, പള്ളിക്കമ്മിറ്റിയിൽ പരാതിയായി. മോളെ കെട്ടിച്ചു തന്നിട്ട് വാപ്പ സുബഹിക്ക് മുമ്പ് മണിയറ വാതിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ മുട്ടുകയാണ്. ദുനിയാവിനെ പ്രേമിച്ചവരെ അലി റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഫാത്തിമയോട് ദേഷ്യപ്പെടല്ല നബിയേ, നുഫൂസുനാ ബിയദില്ലാഹ്, ഇൻശാ അംസകഹാ വ ഇൻശാ അർസലഹാ. അങ്ങല്ലേ ഞങ്ങളോട് പറഞ്ഞത്, ഒരാൾ ഉറങ്ങാൻ പോയാൽ അയാളുടെ റൂഹ് അല്ലാഹുവിന്റെ അടുക്കൽ പോകുമെന്ന്, അത് തിരിച്ചു തരുമ്പോഴാണ് അയാൾ എഴുന്നേൽക്കുന്നതെന്ന്. നബിയെ, ഞാനും ഫാത്തിമയും ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോ ഞങ്ങളുടെ റൂഹ് പടച്ചോൻ കൊണ്ടുപോയി. തിരിച്ചു തന്നാലല്ലേ എഴുന്നേക്കാൻ പറ്റൂ. അങ്ങ് വാതിൽ മുട്ടിയ എങ്ങനെ എഴുന്നേക്കും? അങ്ങല്ലേ പറഞ്ഞത് ഉറങ്ങാൻ നേരത്ത് റൂഹ് പോകുമെന്ന്. വാപ്പ ഭാര്യയുടെ പിതാവിനോടൊരു തമാശ പറഞ്ഞു, മുട്ടായുക്തി പറഞ്ഞു. മദീന എന്ന വിജ്ഞാന കവാടത്തിന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹു അങ്ങല്ലേ പറഞ്ഞത്, ഉറങ്ങാൻ നേരത്ത് റൂഹ് മേപ്പോട്ട് തിരിച്ചു വരാതെ അങ്ങനെ എഴുന്നേക്കാം. ഇൻശാ അംസകഹാ വ ഇൻശാ അർസലഹാ. ആ മദീനയുടെ കൊച്ചുകുടിലിൽ ഹബീബായ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. വെറുതെ അവിടെ നിന്ന് ഒരു ചെറിയോടെ നടന്നു പോകുമ്പോ വലത്തെ കൈ കൊണ്ട് വലത്തെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ പിറുപിറുത്തത്രേ. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിലും മനുഷ്യന്മാര് തർക്കത്തിന്റെ കാര്യത്തിൽ പുറകിലല്ലോ. കല്യാണം കഴിഞ്ഞ മോള് തഹജ്ജുദിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പിതാവാവണം. അങ്ങനെയാണ് മകളും ഉപ്പയും തമ്മിലുള്ള സ്നേഹം. അല്ലാതെ ലാപ്ടോപ്പ് പോകുമ്പോ ലാപ്ടോപ്പ്, ഐഫോൺ വേണ്ടപ്പോ ഐഫോണ്, ഇനി മോൾക്ക് മടത്തുള്ളി കിലുക്കത്തിന്റെ കമ്മല് വേണോ തരാം മോളെ, ചോദിക്കുന്നവരൊക്കെ കൊടുക്കലല്ല. തഹജ്ജുദിന് വിളിച്ചു നിൽക്കുന്ന ഉപ്പയാണ് ഉപ്പ. ഉപ്പ വിളിച്ചാല് സ്നേഹത്തോടെ എഴുന്നേറ്റ് തഹജ്ജുസ്കരിക്കുന്ന മോളാണ് മോള്. അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട വാപ്പ വഫാത്തായി. ഹബീബായ നബി തങ്ങളെ മദീന റൗളയിൽ ഖബറടക്കിയിട്ട് സഹാബത്ത് തിരിച്ചു വരുമ്പോ ഫാത്തിമ ബീവിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പയെവിടെ? പ്രിയപ്പെട്ട ഉപ്പാനെ പള്ളിക്കാട്ടിലടക്കി ആദ്യത്തെ ദിവസം ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ ഉപ്പ നമുക്ക് നഷ്ടപ്പെട്ട ദിവസം, ഉപ്പ വിട പറഞ്ഞ ദിവസം, നമ്മുടെ ഉപ്പ റൂഹ് പോയ ദിവസം. ഉപ്പ
ഉപ്പയില്ല. കെട്ടിച്ചു വിടാൻ കഷ്ടപ്പെട്ട എന്റെ ഉപ്പ എവിടെ? എന്നെ വളർത്താൻ വേണ്ടി നടുകുരിഞ്ഞു പോയ എന്റെ ഉപ്പ എവിടെ? പാനിപ്ര പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. ഉമ്മ വഫാത്തായതിനു ശേഷം എന്റെ കൈ പിടിച്ചു നടന്ന എന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിനെ റൗളയിൽ ഖബറടക്കുമ്പോ മരണം ഇവിടെ തന്നെ അവസാനിക്കട്ടെ, ഹബീബായ നബി തങ്ങളുടെ വഫാത്തോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉപ്പാന്റെ റൗള ശരീഫിന്റെ ചാരത്ത് നിന്ന് ഫാത്തിമ റളിയല്ലാഹു തആല ഒരു വിരഹഗാനം പാടുന്നുണ്ട്. കുല്ലിൽ മുഗയ്യബി തഹ്ത ബാഖി സറാ ഇൻ കുന്ത തസ്മഉ സർഖതി വലിദാഇയാ صبت علي مسائب لو أنها صبت على الأيام سرنا لياليا. ഹബീബായ നബി തങ്ങളുടെ ഉപ്പാന്റെ ഖബറിന്റെ അടുക്കലാ മൺകുടീരത്തിന്റെ മുമ്പിൽ പൊന്നുമോള് ഫാത്തിമ ബീവി പാടുന്നുണ്ട്. കുല്ലിൽ മുഗയ്യബി തഹ്ത ബാഖി സറാ. ഈ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന എന്റെ ഉപ്പായോട് ആർക്കെങ്കിലും പറ്റുമെന്നെങ്കിലും ഒന്ന് പറ. കുല്ലിൽ മുഗയ്യബി തഹ്ത ബാഖി സറാ ഇൻ കുന്ത തസ്മഉ സർഖതി വനിദാഇയാ. തഹ്ത ബാഖി സറാ, ഈ മണ്ണിട്ടയുടെ താഴെ കിടക്കുന്ന എന്റെ ഉപ്പയോട് ആരെങ്കിലും ഒന്ന് പറ. മുകളിൽ നിന്ന് പൊന്നുമോള് ഫാത്തിമ കരയുന്നുണ്ടെന്ന് ഉപ്പാനെ കാണാതെ എന്റെ ഉപ്പയോട് പറ. ഉപ്പയെ കാണാതെ പൊന്നുമോള് കരയുന്നുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൊട്. സുബ്ബത്ത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത്ത് അലല്ലൈ യാ മിസ്റിന ലയാലിയാ. എനിക്ക് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് റബ്ബേ. ആദ്യം എന്റെ ഉമ്മ ഖദീജ ബീവി പോയി, ആകെയുള്ളത് പിന്നെ ഉപ്പയാണ്. ഇപ്പൊ എന്റെ ഉപ്പയും പോയി. സുബ്ബത്ത് അലല്ലൈ യാ മിസ്റിന ലയാലിയാ. എന്റെ ഉപ്പ പോയതിനു ശേഷം പിന്നെ ഫാത്തിമയ്ക്ക് പകലുണ്ടായിട്ടില്ല. എനിക്ക് പിന്നെ പകലേ ഇല്ല. ഉപ്പ വഫാത്തായതിനു ശേഷം എനിക്ക് എന്നും രാത്രിയാണ്. ഉപ്പയില്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് പകലിന്റെ വെളിച്ചം വരിക? ഉപ്പയില്ലാത്ത വീട് ഇരുട്ടാണ്, ഇരുട്ടാണ്, ഇരുട്ടാണ്. ഉമ്മ വിളക്കാണ് വീടിന്റെ, ഉപ്പ വീടിന്റെ വിളക്കാണ്. അവരില്ലാത്ത വീട് ഇരുട്ടാണെന്ന് ബീവി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹു മരണത്തെ ഓർമ്മിക്കുകയും മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതിമനോഹരമായി ജീവിച്ച് അതിമനോഹരമായി ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അർഹമുർറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാനെ ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ. ധാരാളം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് റഹ്മാനെ. എല്ലാ ദുഃഖങ്ങളുടെ ആഴങ്ങളറിയുന്ന റബ്ബേ, ഞങ്ങളുടെ സങ്കടത്തിന്റെ പരപ്പറിയുന്ന റബ്ബേ, നിന്നോടല്ലാതെ ഞങ്ങളുടെ സങ്കടം പറയൂല്ലോ അല്ലാഹ്. നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങളെ കരയില്ല റബ്ബേ. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി തരണേ അല്ലാഹ്. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ നിന്റെ നേരെ കൈകൾ ഉയർത്തി ആമീൻ പറയുന്ന ഈ സാധുക്കളെ നീ കാണുന്നുണ്ടല്ലോ റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റി തരണേ അല്ലാഹ്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശിഫ നൽകണേ റബ്ബേ. ചികിത്സ
ചികിത്സിച്ചാലും ഭേദമാകാത്ത രോഗങ്ങളുമായി ആയുസ് മല്ലിടുന്ന നൂറുകണക്കിന് സാധുക്കളുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. മരണം വരെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ കാക്കണേ അല്ലാ. ക്യാൻസർ വന്ന് ശരീരഭാഗം മുഴുവനെ കറുത്ത് കരുവാളിച്ച് ആര് കണ്ടാലും തിരിച്ചറിയാത്ത രീതിയിൽ വൈകൃതമായി പോകുന്ന ദുരവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ശരീരത്തിന്റെ അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പടച്ചവനെ, നിൽക്കുന്നവരൊക്കെ കച്ചവടക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്. അവരെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മരത്തിന്റെ കച്ചവടങ്ങൾ, ഫർണിച്ചറിന്റെ, പ്ലൈവുഡിന്റെ, അങ്ങനെ നിരവധി അനവധി കച്ചവടക്കാരാണ് ഇവിടെ. ഓരോ കച്ചവടവും ചെയ്യുന്നത് ചില പരീക്ഷകളിലാണ്. അല്ലാഹുവേ, വിലത്തകർച്ചകൾ കൊണ്ടോ അല്ലാത്ത പ്രയാസങ്ങൾ കൊണ്ടോ നഷ്ടങ്ങളിൽ നിന്നവരെ കാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. കച്ചവടം ചെയ്ത് കടം വന്നു പോയവരുടെ കടം വീട്ടി കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് സർവ്വ കടങ്ങളും വീട് അല്ലാഹുവേ സമാധാനത്തോടെ സന്തോഷത്തോടെ വിട പറയാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ, ഇന്നലകളിൽ ഞങ്ങൾ ഇൽമു പഠിക്കാൻ പോയപ്പോ ഭക്ഷണം തന്നവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ നന്മയില്ലെങ്കിൽ ഞങ്ങളൊന്നും ഇന്നിങ്ങനെ ഉണ്ടാവില്ല. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ. സമാധാനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർ വലിയ രോഗങ്ങളിലാണ്, ശിഫ നൽകണേ അല്ലാ. അവർക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നൊന്തു പ്രസവിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ അത്ര ദീനുള്ളവരൊന്നും ആയിരുന്നില്ല. പടച്ചവരെ, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നത് വരെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഞങ്ങളുടെ മാതാപിതാക്കളെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മോനെ എന്ന് വിളിക്കണമെങ്കിൽ ഞങ്ങളുടെ ഉപ്പയോ ജീവനോടെ ഉണ്ടാവണം റബ്ബേ. പാതിരാത്രിയിൽ കയറി പോകുമ്പോ എന്റെ മോൻ വന്നോ എന്ന് ചോദിക്കണമെങ്കിൽ കട്ടിലിൽ അവശ നിലയിൽ കിടന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാൾക്ക് ജീവൻ വേണം. പടച്ചവനെ, നീ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ റബ്ബേ. ഹാഫിളീങ്ങളാക്കണേ റബ്ബേ. ആലിമീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയോടെ വളർത്തുന്ന പൊന്നുമക്കളെ വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാ. സാലിഹീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ലഹരിയിൽ നിന്ന് കാക്കണേ റബ്ബേ. വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാ. മക്കളെ അങ്ങ് അകലേക്ക് പഠിക്കാൻ വിട്ടവരുണ്ട്. കാണുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോ അതൊക്കെ ഏതെങ്കിലും ഉപ്പാന്റെ ഉമ്മാന്റെ കുട്ടികളായിരിക്കാം. പടച്ചവനെ, വഴിപടച്ചു പോകുന്നതിൽ നിന്ന് പൊന്നുമക്കളെ, ഞങ്ങളുടെ പെൺമക്കളെ കാക്കണേ അല്ലാ. വഴിപടച്ചു പോകുന്ന പ്രണയത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ. ദുസ്വഭാവത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഹാഫിളീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഞങ്ങൾ സക്കറാത്തിൽ കിടന്ന് പിടയുമ്പോ ഞങ്ങളുടെ അടുക്കൽ വന്ന് ചെവിയിലെ കെളിമ പറഞ്ഞു തരുന്ന മക്കൾ അല്ലാഹുവേ, പള്ളിമുറ്റത്ത് വെക്കുമ്പോ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന പൊന്നുമക്കൾ 6 അടി മണ്ണിലേക്ക് മണ്ണിട്ട് തിരിച്ചു പോകുമ്പോ ഞങ്ങളുടെ കബറിന്റെ അടുക്കലിരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കി തരണേ അല്ലാ.
മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഈ ആമീൻ പറയുന്ന ധാരാളം യുവാക്കളുണ്ട്, അവർക്ക് നല്ല ഹലാലായ സമ്പാദ്യം നൽകണേ അല്ലാഹ്. ധാരാളം വൃദ്ധന്മാരുണ്ട്, ആഫിയത്ത് നൽകണേ റബ്ബേ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ഈ സദസ്സിന് കൂടി നടന്ന അൽഹുദ മുസ്ലിം യൂത്ത് ഫെഡറേഷന്റെ ചെറുപ്പക്കാർ, അവർക്ക് വേണ്ടി പിന്തുണ നൽകിയവർ, ചെറുതും വലുതുമായ സദക്ക ചെയ്തവർ, അവരെല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അവരെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ മഹല്ലിനെ നീ ഒരു ഐക്യമുള്ള മഹല്ലാക്കണേ റബ്ബേ. പടച്ചവനെ, ആണുങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന, ബാങ്ക് കേട്ടാൽ സ്ത്രീകൾ വീടുകളിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാരുള്ള നാടാ പടച്ചവനെ, ഇതിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, നേതൃത്വം നൽകുന്ന ഇമാം ബഹുമാന്യ സൂത്ത് അബ്ദുർ റഷീദ് വാക്കവി, പടച്ചവനെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മുസ്ലിം സമൂഹത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പെടഞ്ഞു വീഴുന്ന ഞങ്ങളുടെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അവർക്ക് നിന്റെ സഹായം നൽകണേ റബ്ബേ. ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്തിലെ സമാധാനവും ഐശ്വര്യവും നിലനിർത്തണേ റബ്ബേ. അവസാനം മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് സ്വർഗ്ഗം കണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, അവരെ ഭർത്താക്കന്മാരെ നീ സൽസ്വഭാവികളാക്കണേ റബ്ബേ. അവരെ വീടുകളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ സങ്കടങ്ങളുള്ളവർ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. റജബും ശഅബാനും ഞങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന റമളാൻ ഞങ്ങളുടെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന മാസമാക്കണേ റബ്ബേ. 6 അടി മണ്ണിൽ ഞങ്ങളുടെ മയ്യത്തെടുത്തു വെക്കുമ്പോ ഞങ്ങളുടെ ഖബർ വെളിച്ചമാക്കി തരണേ അല്ലാഹ്. ഖബർ വാരിയല്ലോടുകൂടെ ഞെരുക്കുമ്പോ ഞങ്ങൾ അതിൽ നിന്ന് കാക്കണേ റഹ്മാനേ. നാളെ പരലോകത്ത് ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ കോരി കുടിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നരകത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് വേർതിരിക്കുമ്പോ ഞങ്ങളെ ഇതേപോലെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങളുടെ സ്ഥാപനം ഹംദാൻ ഫൗണ്ടേഷനെ സഹായിച്ചവർ, ഓരോ ഹാഫിളീങ്ങളെ ഏറ്റെടുത്തവരുണ്ട്, പുതിയ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെയെല്ലാം നീ സഹായിക്കണേ റബ്ബേ. ഹാഫിളീങ്ങളുടെ ദുആയിൽ പെടുത്തണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. എന്റെ മുത്തഅല്ലിമീങ്ങളെ നീ നാഫിയായ ഇൽമു നൽകണേ റബ്ബേ. പടച്ചവനെ, ഇന്നിവിടെ വന്നപ്പോ ഭക്ഷണം നൽകി ഇസ്മായിലിന്റെ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കളിൽ ഖൈർ നൽകണേ അല്ലാഹ്. ഖൈറായതൊക്കെ അടുപ്പിച്ച് നൽകണേ റബ്ബേ. പടച്ചവനെ, ഇവിടെ വന്ന ആമീൻ പറഞ്ഞ ഒരാളെയും നീ നിരാശരാക്കി മടക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ, മത്സരങ്ങൾ, പരിപാടികൾ എല്ലാം അനുകൂലമാക്കി തന്ന് നീ അത് വിജയിപ്പിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടെ ഇഖ്വാനി വഖുല്ലാനി ലാ തൻസുനി മിൻ സാലിഹി ദുആയിക്കും മഅ തഹിയ്യതി വസ്സലാം. അഖൂക്കും ബിൽ ഇസ്ലാം അഹ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.